കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാം. അപ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരാൾ പെട്ടെന്ന് കാറിൻ്റെ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, ഒരു ഡ്രൈവറാണ്, എന്താണ് ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട്, നിങ്ങളെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും എന്താണ്, ചില ആളുകൾ പറയും കാണുമ്പം, എനിക്ക് ഇന്ന പ്രസംഗം ഇന്ന ആയത്താണ് അല്ലെങ്കിൽ ഇന്ന ആയത്തിൻ്റെ വിശദീകരണമാണ് എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ചത്, അതിന് ശേഷമാണ് എനിക്ക് മാറ്റം ഉണ്ടായത്. അങ്ങനെ ചില ആളുകളൊക്കെ ചിലപ്പം അനുഭവങ്ങൾ പറയാറുണ്ട്. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഒരു മാറ്റം ഉണ്ടായത്, എന്തുകൊണ്ടാണ്? മൂപ്പരെ ഏറ്റവും സ്വാധീനിച്ചെന്താ വെച്ചാൽ സൂറത്ത് ബഖറയിലെ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്ന സൂറത്തു ബഖറയിലെ ആയത്തുണ്ട്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, പേടിയിൽ നിന്ന് ചില പേടികളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പിന്നെ വിശപ്പിൽ നിന്ന്. അപ്പം ഞാൻ ഈ ആയത്ത് കാലങ്ങളായിട്ട് നമ്മളൊക്കെ ഓതുന്ന ആയത്താണ്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, വിശപ്പ്, ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, വിശപ്പിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നൊരു സന്ദർഭം എൻ്റെ ഓർമ്മയിൽ എവിടെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പട്ടിണി കിടന്ന് നമ്മൾ വിശന്ന് പണ്ട് കൊന്നിന് ഏതോ ഒരു നോമ്പും കാലത്ത് എൻ്റെ 9ാം ക്ലാസ്സിലോ ഒറ്റ സമയത്ത് ഒരു നോമ്പ് നോറ്റ് ആകെ ക്ഷീണിച്ച്, അത് മാത്രമാണ് നല്ലൊരു വേനലേന്നാണ്. അന്നെന്ത് സ്കൂളിൽ പരീക്ഷ എന്തൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ആകെ ഒരു 2-3 മണിയായപ്പോൾ തന്നെ മറ താപാനായി. അതല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഓടിയും അങ്ങനെ ഞാൻ വിശന്നെടങ്ങാറായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇപ്പം ഗസയിലെ പട്ടിണി മരണങ്ങളൊക്കെ കാണുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് ട്രക്കുകൾ ഭക്ഷണവുമായി കുറച്ച് മീറ്ററുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിങ്ങോട്ട് കയറാനുള്ള പെർമിഷനും അനുവാദവും കിട്ടാത്തതുകൊണ്ട് ആളുകൾ പട്ടിണിയായിട്ട് മരിക്കണം. അവിടെ മരിക്കണ ആളുകളുടെയൊക്കെ നമ്മളെ പുസ്തകത്തിലൊക്കെ ഈ എന്താ പറയുക, പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ എന്നാണ് പറയുക, ഈ PE എന്നാണ് ഈ ഭക്ഷണം കിട്ടാത്ത ഞങ്ങളെ ഭാഷയിൽ പറയുന്നത്. അപ്പം അതിലൊക്കെ ഞങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലത്തെ ചിത്രത്തിൽ കാണുന്ന കുട്ടികൾ അത്രയും പട്ടിണി. അപ്പം അങ്ങനത്തെ ഒരു പട്ടിണിയൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അവർക്ക് ഗസക്കാർക്ക് വരുമൊന്നും ഒരിക്കലും ചിലപ്പോൾ, ഞാനിങ്ങനെ എത്ര ബോംബിട്ടാലും ഞാൻ വിചാരിക്കുന്നത് ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണ സമയത്തിന് കിട്ടുന്നുണ്ടല്ലോ, കണ്ടെയ്നറിലും ട്രക്കിലൊക്കെ വന്നിട്ട്. പക്ഷെ അതുപോലും അങ്ങോട്ട് എത്താത്ത അവർ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ പടച്ചോൻ പരീക്ഷിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പട്ടിണിയൊക്കെ ഇപ്പൊ വരുമോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു ICU അങ്ങനെ നടന്നു പോകുകയും, അപ്പോൾ ഒരാളിനെ അങ്ങനെ വിളിച്ച് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ ഞാൻ അറിയണ ആളൊന്നല്ല, ഏതോ ഒരു രോഗിയാണ്, എന്തോരം എൻ്റെ താടിയും കോലൊക്കെ കണ്ടുകൊണ്ട് എന്നെ വിളിച്ചതേക്കാരം. അപ്പം ഞാൻ ചെന്നു. അപ്പം എന്താന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, മൂപ്പരെ ചുണ്ടൊക്കെ ആകെ വരണ്ട് ഇങ്ങനെ പൊട്ടി വിണ്ട് കീറി നിൽക്കുക, അങ്ങനെ നല്ല ദാഹവും വിശപ്പുണ്ട്. എനിക്ക് എന്തെങ്കിലും എൻ്റെ വായിക്കൊരു തുള്ളി വെള്ളം ഉറ്റിച്ചേരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ രോഗിയല്ലാത്തതും വെള്ളം കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചു, വെള്ളം കൊടുക്കാൻ പറ്റിയ രോഗിയാണോ അല്ലേന്ന്. അപ്പോൾ വൻകുടലിന് സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ വൻകുടലിൽ സർജറി കഴിഞ്ഞ ഒരു കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് അത് തുന്നി ചേർത്തതാണ്. അപ്പോൾ ഈ തുന്നിച്ചേർത്ത് ആ തുന്നിയത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ശരിയാകോളം അതിൻ്റെ ഉള്ളിലൂടെ ഭക്ഷണം പോകാൻ പാടില്ല, ലീക്ക് വരും. അപ്പോൾ അതിനെ 2-3 ദിവസം എടുക്കും ഇതൊന്ന് സെറ്റാകാം, എന്നിട്ടേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം നമ്മളെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ദഹനരസങ്ങളൊക്കെ, പിത്തം, ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ ഒരു മിനിമം അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. ഭക്ഷണം കഴിച്ചാൽ കൂടുതലുണ്ടാവും, കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു മിനിമം അളവ് എന്തായാലും പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പം അതൊക്കെ വയറ്റിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകാതെക്കാൻ മൂക്കുകൂടെ ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ പിത്തൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്, 1-1.5 ലിറ്റർ ഇങ്ങനെ വരും പുറത്തേക്ക് ഡെയിലി. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇയാൾ കിടക്കണത്. അപ്പം ഇയാൾ പറയുകയാണെന്ന് വെച്ചാൽ അതിശക്തമായ ദാഹവും വിശപ്പുണ്ടെന്ന്. കാരണം വായിലൂടെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്തുണ്ട്, വിശപ്പും ദാഹമുണ്ട്. ഗ്ലൂക്കോസ് എത്ര കയറ്റിയാലും തൊള്ളിയിലൊരു തുള്ളി വെള്ളം കിട്ടിയാലേ നമുക്ക് എന്തുണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ആ ആയത്ത് ഒന്നും കൂടി അപ്പോഴാണ് ആലോചിച്ചത്. ആണ് ഇവിടെ വലിയൊരു ഗസ്സയാകേണ്ട ആവശ്യമില്ല. പട്ടിണി കിടക്കണമെങ്കിൽ കുടലിനൊരു ഓപ്പറേഷൻ ചെയ്ത് 3 ദിവസം ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മൂക്കുകൂടെ
ട്യൂബ് ഇട്ടിട്ട് ICUയിൽ 3 ദിവസം കിടക്കേണ്ടി വന്നാൽ വിശപ്പ് എന്താണെന്ന് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് ഇതൊന്നും വലിയ ദൂരത്താണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇതൊന്നും നമുക്ക് സംഭവിക്കൂല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പട്ടിണി ഇവിടെ വരണമെങ്കിൽ എത്ര കാലമെടുക്കും എന്നൊന്നും സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കേണ്ടതില്ല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. നിങ്ങൾ നോക്കി ആ ഖുർആന്റെ ആയത്തിൽ നാളെ തിങ്കളാഴ്ച അല്ലേ, നാളെ എന്ന് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ചയാണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. നാളെ തിങ്കളാഴ്ചയാണെന്ന് ഉറപ്പില്ലാത്ത ആരാള്? നാളെ നമുക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് അല്ലേ. അക്ഷയ് പോകണം വിചാരിച്ചോലുണ്ടാവും, ഓഫീസിൽ പോയി പേപ്പർ ശരിയാക്കണം എന്ന് വിചാരിച്ചോലുണ്ടാവും, ഡ്യൂട്ടിക്ക് പോകണമെന്ന് വിചാരിച്ചോലുണ്ടാവും. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉറപ്പുള്ളൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമെന്നും നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നും. അതിൻ്റെ അത്ര ഉറപ്പുള്ള എന്താ ഉള്ളത്? നിങ്ങൾ നാളെ എന്തൊക്കെ, നമുക്ക് നാളെ തിങ്കളാഴ്ചയാണെന്നില്ല നമുക്ക് യാതൊരു സംശയവുമില്ല. അതിനേക്കാൾ ഉറപ്പുള്ളൊരു കാര്യമാണ് നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കട്ടെ എന്ന് പറയുമ്പോൾ, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ ആയത്തിനെ പറ്റി പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് ഉറപ്പാണ്, ഇത് യാതൊരു സംശയവുമില്ല. നാളെ തിങ്കളാഴ്ചയാണ് എന്നതിനേക്കാൾ ഉറപ്പുള്ളൊരു കാര്യമാണ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നത്, നമ്മൾ മരിക്കുമെന്നത്. അപ്പോൾ സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്, ഏതൊരു നിലപാടിലാണ് അള്ളാഹു നൽകിയ ഈ ആയുസ്സിൽ നമ്മൾ ജീവിച്ചത് എന്നതാണ്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലൂടെ അള്ളാഹു ഈ ഭൂമിയിൽ ജീവിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിലാണ് വഹയി കിട്ടുന്നത് അല്ലേ, 40-ാമത്തെ വയസ്സിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും, ഞാൻ നിങ്ങൾക്കിടയിൽ വളരെയധികം കാലം നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടില്ല എന്നാണ്. അവർക്ക് നബിയെ അറിയാലേ, 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. 63 വയസ്സ് വരെ ജീവിച്ച ഒരാളുടെ 40 വർഷം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാലഘട്ടമാണ്, ചെറിയ കാലല്ല. നമ്മളെ നാട്ടിൽ 40 വയസ്സ് നമുക്കിടയിൽ ജീവിച്ച 40 വർഷം ജീവിച്ച ഒരു വ്യക്തിയെയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തത്. അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു എന്നത്. 40 വർഷം അവർക്കിടയിൽ അവരിൽ ഒരുവനായി ജീവിച്ചൊരു വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പുറത്തുനിന്ന് വന്ന ഒരു പരദേശിയോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കടന്നു വന്ന ഒരാളോ ആകാശത്ത് ഇറങ്ങി വന്ന ഒരാളല്ല. അവർക്കിടയിലുള്ള ഒരാളെ, അവരിൽ നിന്നുള്ള നിരക്ഷരനായ ഒരാളെയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തത്. എന്നിട്ടോ ആ പ്രവാചകനായി 23 വർഷം അല്ലേ. ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കിട്ടി. ആ വഹയി കിട്ടിയിട്ട് എന്താണ്, അത് വഹിയാണ് എന്ന് തന്നെ മനസ്സിലാകണം. എങ്ങനെ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഒരു ഏകാന്തത ഇഷ്ടപ്പെട്ട് ഈ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ മാറി ഹിറാ ഗുഹയിൽ പോയി നിൽക്കുമ്പം അവിടെ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ ആവശ്യപ്പെടണം. ഇഖ്റ അല്ലേ, മാ അന ബിഖാരിൻ, എനിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി ആലിംഗനം ചെയ്ത് അണഞ്ഞൂട്ടി പിടിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനിക്കാണ് അല്ലേ. എന്നിട്ട് എന്താ സംഭവിച്ചത്? സത്യത്തിൽ നബിക്ക് പനിച്ചക്കാണ് അല്ലേ. ആ ഗുഹയിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം നബിക്ക് സംഭവിച്ചത് എന്താണ്? പേടിച്ച് പനിച്ചക്കാണ് അല്ലേ. ഈ ഒരു ലേസ്ലി ഹാസോൺ എന്ന ഒരു എഴുത്തുകാരുണ്ട്. അവരുടെ എന്താണ് ഇതിൽ ബുക്കിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്നതിന് അവർക്ക് ഏറ്റവും ആ സ്ത്രീക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കിട്ടിയിട്ട് നബി അങ്ങാടിയിൽ വന്ന് സന്തോഷപൂർവ്വം അത് പ്രഖ്യാപിച്ചില്ല, വിളിച്ചു പറഞ്ഞില്ല എന്നാണ്. ഞാൻ പ്രവാചകനാണ്, ഞാൻ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകനാണെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഓടി നടന്ന് പറഞ്ഞേക്കല്ല, വീട്ടിൽ പോയി പഞ്ചിറന്നൊക്കെയാണ് നബി. കാരണം അത്രയും നബി പേടിച്ചു എന്നാണ്. പിന്നെ വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് ഖദീജ ബീവി കൊണ്ടുപോവുകയാണ് അല്ലേ. ഖദീജ ബീവിന്റെ കസിനാണ്. അവിടെ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇത് മൂസാക്ക് വന്ന അതേ മാലാഖയാണ്, ഗബ്രിയേൽ മാലാഖയാണ്, ജിബ്രീലാണ്, ഇത് വഹിയാണ്,
പ്രവാചകനാകുമ്പോൾ പോകുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുതപ്പിൻ്റെ ഉള്ളിൽ തലയും താത്തിരിക്കുകയാണ്. എപ്പോഴാണ് ആ തല പൊക്കുന്നത്? ഈ വറഖത്ത് ഇബ്നു നൗഫൽ പറയാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ മക്കക്കാർ ഇവിടെ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തല പൊക്കുന്നത്. കാരണം ആ സമയത്ത് അതാ പറയുന്ന ഒരു സന്ദർഭത്തിൽ അതിനൊട്ടും സാധ്യതയില്ല. കാരണം അത് പറയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരുടെ കണ്ണിലുണ്ണിയാണ്, അല്ലമീനാണ്, മക്കക്കാർക്ക് ഇഷ്ടമാണ്. ആ സന്ദർഭത്തിലാണ് പറയുന്നത്, നിങ്ങൾ ഈ നാട്ടുകാർ നിങ്ങളെ പുറത്താക്കുമെന്ന് പറയുന്നത്. പിന്നെ പുറത്താക്കിയെന്ന് നബിക്ക് അത്ഭുതം തോന്നുകയാണ്. അതെ, ഏതൊരു പ്രവാചകനും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും പുറത്താക്കപ്പെടും. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയായിരിക്കും എന്ന് അദ്ദേഹം പറയണം. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം മരിക്കണം. അതായത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത് വഹിയാണെന്നും നബി പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് വറഖത്ത് ഇബ്നു നൗഫൽ അത്രയും പ്രായമായ മനുഷ്യനെ അള്ളാഹു അവിടെ ബാക്കി വെച്ചത് അല്ലേ. എന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി പിന്നെ അവിടുന്ന് ജീവിതം തുടങ്ങുകയാണ് 40 വയസ്സിൽ. എന്നിട്ട് 23 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിട്ട് ജീവിച്ചത്. അതാ സഹാബികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. ആ നബിയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങി. ഇന്നിപ്പോൾ ഈ നമ്മൾ കാണുന്ന ഈ ഖുർആൻ, ഈ 2 ചട്ടക്കുള്ളിൽ കാണുന്ന ഈ ഖുർആൻ, 114 സൂറത്ത് 30 ജുസുകളിലായി നമ്മൾ ഓതുന്ന ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും അല്ലേ ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം, ആ പ്രകാശം പരത്തിയ വിളക്കുമാടമാണ്, ടോർച്ചാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആ പ്രവാചകനെ മാറ്റി നിർത്താൻ നമുക്കൊരിക്കലും ഈ ഖുർആൻ മനസ്സിലാക്കുമ്പം ആ പ്രവാചകനെ മാറ്റി നിർത്താൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഓരോ ആയത്തുകളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലാണ് അല്ലേ. ഇന്ന മഅൽ ഉസ്രി യുസ്ര, പ്രവാചകരെ താങ്കൾക്ക് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നബി ഏറ്റവും ഇടങ്ങേറിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് അല്ലേ പ്രവാചകത്വം കിട്ടി. അങ്ങനെ പ്രബോധനം ആരംഭിച്ച് വലിയ പ്രതിസന്ധികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കടന്നു പോകുന്നത് അല്ലേ. ആരും അവിടെ പൂമാലിട്ട് സ്വീകരിക്കണില്ല. പീഡനങ്ങളും അല്ലേ, കുടുംബക്കാര് നാട്ടുകാരെല്ലാവരും ബഹിഷ്കരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാണ്. സ്വന്തം കുടുംബക്കാരാണ് ഉപദ്രവിക്കുന്നത്, സ്വന്തം നാട്ടുകാരാണ് പരിഹസിക്കുന്നത് അല്ലേ. ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടിട്ട് അങ്ങനെ എല്ലാ തരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് ഒന്ന് ഖദീജ ബീവി മരിക്കുന്നല്ലേ, ദുഃഖവർഷം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ കാലഘട്ടം അത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. ഒന്ന് ഖദീജ ബീവിയുടെ മരണമാണ്, 2 അബൂ ത്വാലിബിന്റെ മരണമാണ്. 8ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത് വാപ്പല്ലാത്തൊരു, ജനിക്കുമ്പോഴേ പിതാവില്ലാത്തൊരു കുട്ടി അല്ലേ. 6 വയസ്സായപ്പോൾ ഉമ്മ മരിച്ച്, 8 വയസ്സായപ്പോൾ വല്യാപ്പി മരിക്കണം. ആ വല്യാപ്പ മരിച്ച കുട്ടിയെ പിന്നെ ആരാണ് വളർത്തുന്നത്? അബൂ ത്വാലിബാണ് വളർത്തുന്നത്. അബ്ദുൽ മുത്തലിബ് വസിയത്ത് ചെയ്തതാണ് അബൂ ത്വാലിബിനോട്, നീ നോക്കണം എന്ന് പറഞ്ഞിട്ട്. 8ാമത്തെ വയസ്സിലാണ് അബൂ ത്വാലിബ് ആരേറ്റെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്നത്. അങ്ങനെ 50ാമത്തെ വയസ്സിലാണ് അബൂ ത്വാലിബ് മരിക്കുന്നത്. അഥവാ 42 വർഷമാണ് അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. ആ അബൂ ത്വാലിബ് മരിക്കണ വർഷം അത് ഖദീജ ബീവി മരിച്ച അതേ വർഷത്തിലാണ്. അബൂ ത്വാലിബ് മുസ്ലിം ആകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ 8 വയസ്സ് മുതൽ തുടങ്ങിയ സംരക്ഷണം, താങ്ങും തണലുമായി നിന്ന വ്യക്തിക്ക് ഹിദായത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഹിദായത്ത് നൽകാൻ സാധിച്ചില്ല എന്ന സങ്കടം അല്ലേ. നമുക്ക് ആ അവസാന നിമിഷങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകണ്ടേ അല്ലേ. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ് എന്ന് കരഞ്ഞ് കേണപേക്ഷിക്കുന്നുണ്ട് അബൂ ത്വാലിബിനോട്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. പക്ഷേ അബൂ ത്വാലിബ് എന്ത് ചെയ്യും? നബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അബൂജഹലും ഉത്തുബത്തൊക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട്, ഓല മുഖത്തേക്കൊന്ന് നോക്കും. അങ്ങനെ ഇപ്പം എങ്ങനെ ഇപ്പോൾ ഇത് പറയാന്ന് വിചാരിച്ച് അവസാനം ഫീമില്ലെത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചു പോണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് ആലോചിച്ച് നോക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സങ്കടമായി. കാരണം 42 വർഷം സംരക്ഷിച്ച ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എത്ര വിഷമുണ്ടാവും അല്ലേ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന ആയത്തിറങ്ങി. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയൂല അല്ലേ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക എന്നാണ്. നബി വിചാരിച്ചൊരിക്കലും കിട്ടൂല, ഹിദായത്ത് കിട്ടൂല എന്ന് വളരെ വ്യക്തമായിട്ട് നബിനെ അള്ളാഹു ബോധ്യപ്പെടുത്തി.
എന്നിട്ട് പിന്നെ അവിടുന്ന് ഉപരോധിക്കപ്പെടുകയാണ്. ആ മക്കയിൽ നിന്ന് ഉപരോധിക്കപ്പെടുക, അവസാനം പുറത്താക്കപ്പെടുക. അങ്ങനെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. അപ്പൊ ഇറങ്ങിയ ഖുർആന്റെ വചനങ്ങൾ മുഴുവനും നമ്മൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന ആയത്തുകളാണ് അല്ലെ. സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത് ആ സന്ദർഭത്തിലാണ്. ആലോചിക്കി, സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസികമായി ഏറ്റവും നമ്മൾ ഡിപ്രഷൻ അടിച്ച് കിടക്കല്ലേ, ഏറ്റവും താഴ്ന്നൊരവസ്ഥയിൽ ആ മനസ്സിന്റെ ബലം ഏറ്റവും ചലഞ്ച് ചെയ്യപ്പെട്ട ഒരു സമയത്താണ് സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്. കാരണം ഖദീജ ബിവി മരിച്ചു, അബൂ ത്വാലിബ് മരിച്ചു, ആ മലഞ്ചെരുവിൽ 3 വർഷം ഉപരോധിക്കപ്പെട്ടു. അവസാനം മക്കയിൽ നിന്ന് നാട് കടത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അവിടെ കൊല്ലാൻ വേണ്ടി ആളുകൾ മക്കക്കാര് പ്ലാൻ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത് അല്ലേ. നിങ്ങൾ ഈ സൂറത്ത് യൂസുഫ് ഒന്ന് ഓതി നോക്കി. ഈ ഒരു അറിവ് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത്. ഈ സൂറത്ത് യൂസുഫ് ഓതുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകുകയാണ്. പ്രവാചകരെ, താങ്കളെ പുറത്താക്കുന്നത് ആരാണ്? താങ്കളുടെ കുടുംബക്കാരാണ്, താങ്കളുടെ നാട്ടുകാരാണ് അല്ലെ. താങ്കളെ ബഹിഷ്കരിക്കുന്നത് ആരാണ് അല്ലെ, താങ്കളെ കൊല്ലാൻ നടക്കുന്നത് ആരാണ്? താങ്കളുടെ നാട്ടുകാരാണ്, കുടുംബക്കാരാണ്. എന്നാൽ ചരിത്രത്തിൽ ഒരു പ്രവാചകൻ കഴിഞ്ഞു പോയിട്ടുണ്ട്, യൂസുഫ് എന്നൊരു പ്രവാചകൻ. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്? സ്വന്തം ചോരയിൽ പിറന്ന സഹോദരങ്ങളാണ് അല്ലേ. ആ പ്രവാചകനെ ആ കിണറ്റിൽ കൊണ്ടേയിട്ട് അവിടെ നിന്ന് അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. അത്രയും നിസ്സഹായാവസ്ഥയിലൂടെ സ്വന്തം സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടവർ ചതിക്കുന്നൊരവസ്ഥ. ഒരാൾക്ക് അല്ലെങ്കിൽ കോടതിയൊക്കെ കുറ്റം വിധിക്കുമ്പം ശക്തം 2 ജീവപര്യന്തം 3 ജീവപര്യന്തം മരണം വരെ തടവൊക്കെ വിധിക്കണ ആർക്കറിയങ്ങൾ, സംരക്ഷണം നൽകേണ്ടവർ ചതിക്കുമ്പോൾ ശിക്ഷ കൂടുന്നതാണ്. അതായത് പിതാവ് വിഭജിക്കുക, ഒരു കുട്ടിനെ പിതാവ് വിഭജിച്ച ശിക്ഷ കൂടും അല്ലേ. ആരാണോ സംരക്ഷണം നൽകേണ്ടവർ അവർ അക്രമം ചെയ്യുമ്പോൾ അവർ വിശ്വസിച്ച് നമ്മൾ ഒരാളത്ത് ചെന്നിട്ട് അയാൾ നമ്മളെ ചതിച്ചാൽ അതിന്റെ ഗൗരവം കൂടുതലാണ്, അതിന്റെ ശിക്ഷ കൂടുതലാണ്. അവിടെ ചോരയിൽ പിറന്ന സഹോദരങ്ങളാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്, കിണറ്റിൽ കൊണ്ടിടുന്നത്. ആ കിണറ്റിൽ നിന്ന് എങ്ങോട്ടാണ് പോണത്? അടിമച്ചന്തയിലേക്കാണ് വിൽക്കപ്പെടുന്നത് അല്ലേ. എന്നിട്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം അല്ലേ. നിങ്ങൾ ആലോചിക്കുക, ഒരു 20-25 വയസ്സ്, 20 വയസ്സ് മുതൽ ഒരു 35-40 വയസ്സ് വരെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ മതി അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതും നമ്മൾ ഏറ്റവും വെറുക്കുന്ന കാര്യത്തിന്റെ പേരിൽ. ഇപ്പൊ ഞാൻ ലഹരിക്കെതിരെ പ്രസംഗിച്ച് നടന്നിട്ട് നാളെ എൻ്റെ വീട്ടിൽ പോലീസുകാർ കയറിയിട്ട് MDMA കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ചാനലിലൊക്കെ ഇങ്ങനെ കാണിക്കാം, കണ്ണിയൻ ഡോക്ടർ വീട്ടിൽ നിന്ന് MDMA കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രത്തോളം അപഹസിക്കപ്പെടും, ഞാൻ എത്രത്തോളം എനിക്ക് വിഷമമുണ്ടാവും. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എൻ്റെ പേരിൽ ആരോപിച്ച് അല്ലേ ഞാൻ ജയിലിലടക്കപ്പെടുക. അത് 1-2 അല്ല, വർഷങ്ങളോളം ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടം ആ ജയിലിൽ ചെലവഴിക്കപ്പെടുകയാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും എന്താണ്, ഈജിപ്തിന്റെ മന്ത്രിയായിട്ട് തിരിച്ചു വരികയാണ്. ആലോചിക്കി, ഈ ജയിലിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ വരുന്നത്? മന്ത്രിസ്ഥാനത്തേക്കാണ് വരുന്നത്. തെറ്റ് ചെയ്ത സഹോദരങ്ങള് കാൽക്കലേക്ക് വരികയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവരോട് അന്ന് പറയപ്പെടുന്നത്, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നാണ്. അതെന്നല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതം പരിശോധിച്ചാൽ ഇതെന്നല്ല നമുക്ക് സംഭവിക്കുന്നത്. യൂസുഫ് നബിയെ സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു, ഉപദ്രവിക്കാൻ ശ്രമിച്ചു, പൊട്ടക്കിണറ്റിൽ കൊണ്ടേയിട്ടു, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു അല്ലേ, അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇവിടെ നാട്ടുകാരും കുടുംബക്കാരുമാണ് നബിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത് അല്ലേ. യൂസുഫ് നബി തിരിച്ചു വരികയാണ്, മന്ത്രിയായി ഈജിപ്തിലെ മുഴുവൻ അധികാരങ്ങളോടെ തിരിച്ചു വരികയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്തയിൽ നിന്ന് മദീനയുടെ ഭരണാധികാരിയായി സർവ്വസന്നാഹവുമായിട്ട് സർവ്വശക്തിയുമായിട്ടാണ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ഇന്ന് മക്കക്കാരോട് എന്താ പറഞ്ഞത്? മക്കക്കാർക്ക് മുഴുവൻ പുറത്തു കൊടുത്തിട്ടാണ്. നിങ്ങളാച്ചോക്കി, പരിഹസിച്ചവരെ, അപഹസിച്ചവരെ, എല്ലാ തരത്തിലും ഉപദ്രവിച്ചവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എന്നാണ്? ഖദീജ ബിവി മരിച്ച അന്നല്ല, അബൂ ത്വാലിബ് മരിച്ച അന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് തായിഫിലേക്ക്, ഉമ്മയുടെ ഗോത്രക്കാരുള്ള തായിഫിലേക്ക് അഭയം കിട്ടുമെന്ന് വിചാരിച്ചു പോയിട്ട് അവിടെ അഭയം കിട്ടാതെ അവിടുത്തെ തെരുവുകളിൽ കുട്ടികൾ കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേറ്റ് ചോര വീണപ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്. അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും മക്കയിലേക്ക് വിജയിയായി തിരിച്ചു വരികയാണ്. പുറത്തു അന്ന് മക്കക്കാരോട് പ്രതികാരം ചെയ്തില്ല, ഒരു തുള്ളി രക്തം അവിടെ വീണില്ല. മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂല് പുറത്തു കൊടുത്തു. എന്ന സൂറത്തു കലമിലെ ആയത്തുണ്ട്, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രവാചകരെ എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക അവിടെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായി തന്നെ ഉപദ്രവിച്ച മുഴുവൻ ആളുകൾക്കും അധികാരം ഉണ്ടാകുമ്പോഴാണ് പുറത്തു കൊടുക്കുന്നത്. ആലോചിക്ക്, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിന് നമ്മൾ പടച്ചോന്റെ അടുത്തേക്ക് വിട്ടിട്ട് മാപ്പാക്കല്ല ചെയ്യണത്. എല്ലാത്തിനും കഴിയുമ്പോൾ അല്ലേ, അവിടെ മുഴുവൻ അൻസാറുകളും മുഹാജിറുകളും സർവ്വസന്നാഹങ്ങളുമായിട്ടാണ്. എന്ത് പറഞ്ഞാലും അത് നടപ്പിലാക്കാനുള്ള ശക്തിയുള്ള ഒരു ഭരണാധികാരിയായിട്ട് തിരിച്ചു വന്നിട്ടാണ് അവർക്ക് പുറത്തു കൊടുക്കുന്നത്. അത് വല്ലാത്ത വലിയൊരു സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൽപ്പിച്ചോ അതൊക്കെ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ഒരു പ്രവാചകനെ, അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവാചകനെ, ഖുർആൻ എന്തൊക്കെ വിരോധിച്ചോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന, അതിനൊക്കെ വെറുക്കുന്ന, അതിനൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു പ്രവാചകനെ, അതേപോലെ സഹോദരൻ ഖുർആൻ എന്തൊക്കെ നല്ല കാര്യങ്ങളായി പഠിപ്പിച്ചോ ആ സ്വഭാവങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിലനിർത്തുന്ന കാണിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ആ സഹാബത്ത് ഒപ്പിയെടുത്ത, ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബത്ത് അല്ലെ, നമുക്ക് ഈ ദീൻ ഇവിടെ എത്തിച്ചു തരുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് സഹാബികൾ. ആലോചിക്ക്, ആ മുഹാജിറുകളും അൻസാറുകളുമായ ആ ഓരോ സഹാബിയും ആ പ്രവാചകൻ എന്തൊക്കെ ചെയ്തു അതേപോലെ പ്രവാചകനിൽ നിന്നൊരു കാര്യം പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രബോധനം ചെയ്യാനും അവർ കാണിച്ച താല്പര്യം അല്ലേ, ഓരോ സഹാബിമാരും അങ്ങനെയായിരുന്നു. നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണ്? ഒരു ആഫ്രിക്കൻ അടിമയാണ് സത്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷേ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ബിലാലിന്റെ കാലൊച്ച കേട്ടു എന്നാണ്. ബിലാലിന്റെ കാലൊച്ച കേട്ടു. അതെ, സ്വർഗത്തിൽ ആ ഒരു എന്താണ് സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് സ്വർഗത്തിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം ഒരു ദറജയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തിയ ആദർശം എന്താണ്? അത് ഈ ആദർശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശമാണ്. നബി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിന്റെ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ എനിക്ക് മുമ്പേ കേട്ടത് എന്ന് ചോദിച്ചപ്പം ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നതിന് മറുപടി ഉണ്ട്, ഞാൻ എപ്പോഴും ഒളോട് കൂടിയാണ് നടക്കുക. ഒരു ഒളു മുറിഞ്ഞ അപ്പം പോയിട്ട് എന്ത് ചെയ്യും? ബിലാൽ റളിയല്ലാഹു അൻഹു ഒളു പുതുക്കുമെന്നാണ്. ഓരോ ഒളെടുക്കുമ്പോഴും അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഓരോ ഒന്നെടുക്കുമ്പോഴും അപ്പോൾ ഒതു മുറിയാതെ കൊണ്ടെടുക്കാം. മുറിഞ്ഞാൽ ഉടനെ പോയിട്ട് ഒതു പുതുക്കും. ഓരോ ഒതുവിനും 2 റക്അത്ത് നിസ്കരിക്കും. ആ ഒരു സ്വഭാവമാണ് സ്വർഗത്തിൽ നബിക്ക് മുമ്പേ കാലച്ച് കേൾക്കാൻ മാത്രമുള്ള ഒരു ദറജയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ സഹാബിമാരും അങ്ങനെ. സൽമാനുൽ ഫാരിസി അല്ലേ, നമ്മൾ പരിശോധിക്കുമ്പം അദ്ദേഹം മജൂസിയാണ്. അദ്ദേഹം അഗ്നിയാരാധകനായി ജനിച്ച ആളാണ്. അദ്ദേഹം അവിടെയുള്ള ആളല്ല, പുറത്തുനിന്ന് വന്ന ആളാണ്. അഗ്നിയാരാധകനായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ കൂടെ കൂടി കുറച്ചു കാലം ക്രിസ്ത്യാനിയായിട്ട് നടന്നു. അപ്പോൾ അവസാന കാലത്ത് അച്ഛൻ സൽമാൻ ഫാരിസിയോട് പറഞ്ഞു, നീ ഒരു പ്രവാചകൻ, സത്യത്തിൻ്റെ ഒരു പ്രവാചകൻ ഇനി വരാനിരിക്കുന്നുണ്ട്. അത് അത് ഈത്തപ്പഴ കായ്ക്കുന്ന ആ മദീനയിലാണ് വരിക. അതുകൊണ്ട് ആ പ്രവാചകന്റെ 3 അടയാളങ്ങൾ അതാണ് ക്രിസ്ത്യൻ പാതിരി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ഒന്ന്, ആ പ്രവാചകൻ സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്നാണ്. ആ പ്രവാചകൻ ഹദിയയിൽ നിന്ന് ഭക്ഷിക്കുമെന്നാണ്. ആ പ്രവാചകന്റെ മുതുകിൽ പ്രവാചക മുദ്രയുണ്ടാകുമെന്ന് 3 കാര്യങ്ങൾ സൽമാൻ പഠിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് വരികയാണ്. പ്രവാചകൻ വരുമെന്ന്, ഒരു പ്രവാചകൻ ഇവിടെ വരാനുണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം മദീനയിലേക്ക് വരികയാണ്. അങ്ങനെ പ്രവാചകൻ വന്നു എന്ന ഒരു ന്യൂസ് മദീനയിൽ സ്പ്രെഡായപ്പോൾ മൂപ്പരെ കുറച്ച് ഈത്തപ്പഴവുമായിട്ട് ആദ്യം നബിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് സ്വതക്കയാണ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നബി എന്ത് ചെയ്യും? നബി എല്ലാവർക്കും അത് വിതരണം ചെയ്യും. നബി ഇന്ന് ഭക്ഷിക്കൂല. 2ാമത്തെ ദിവസം വീണ്ടും കുറച്ച് ഈത്തപ്പഴമായിട്ട് സൽമാൻ വരികയാണ്. ഇത് ഹദിയയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നബി ആദ്യം തിന്നുന്നിട്ട് പിന്നെയാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ 2 അടയാളം പൂർത്തിയായി. അപ്പോൾ അദ്ദേഹം പോയിട്ട് നബിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുതുക് എനിക്കൊന്ന് കാണണം എന്ന് പറയണം. അങ്ങനെ ആ പ്രവാചക മുദ്ര കണ്ട് അദ്ദേഹം കെലിമ ചൊല്ലുകയാണ്. ആലോചിച്ച്, അങ്ങനെ മുസ്ലിമായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖന്തഖ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നു കാണാൻ. അങ്ങനെ ഓരോ സഹാബത്തും നമുക്ക് മനസ്സിലാകും അവരെത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചു എന്ന് അല്ലേ. അവർ അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ മാത്രം അവർ ഈ ദീനിൽ സ്നേഹിച്ചു എന്നുള്ളതാണ്. സാധാരണ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ് അല്ലേ. ഒരു ദിവസത്തെ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഒരു നമസ്കാരം പോലും നിസ്കരിക്കാതെ സ്വർഗത്തിൽ പോയ സഹാബിമാരുണ്ട് അല്ലെ. യുദ്ധത്തിൽ പോയി ഷഹീദായ ആളുകൾ. അപ്പൊ സഹോദരങ്ങളെ, കർമ്മങ്ങളുടെ ആധിക്യത്തെക്കാൾ അവരുടെ മനസ്സിൽ അള്ളാഹുവും റസൂലിനും അവർ നൽകിയ സ്ഥാനമാണ്. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അവന്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം എന്ന ആ കൽപ്പനയോട് അവർ കാണിച്ച വിധേയത്വമുണ്ട്, അനുസരണയുണ്ട്. ആ പ്രവാചകനെ അവർ സ്നേഹിച്ചത്രേ അല്ലേ. ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉഹദ് യുദ്ധത്തിൽ
ഉഹദ് യുദ്ധത്തിൽ നബിക്ക് വന്ന മുഴുവൻ വെട്ടുകളും കുത്തുകളും അമ്പുകളൊക്കെ ഏറ്റുകൊണ്ട് എത്രയോ തവണ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവില്ലാത്ത പാടില്ലാത്ത ഒരു സ്ഥലം പോലും കാണാൻ സാധ്യമല്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ലിംബ് അത് പാരലൈസ്, അതിന്റെ ശേഷി നഷ്ടപ്പെട്ടു എന്നാണ്. ജീവിച്ചു കൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തെ കാണുമ്പം സഹാബത്ത് പറയുവാൻ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾ കാണണമെങ്കിൽ ഇതാ കണ്ടോളൂ എന്നാണ്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരീരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം പ്രകടിപ്പിച്ചത്. ഉഹദ് യുദ്ധത്തിന് നബിന്റെ മുമ്പിൽ നിന്നിട്ട് എല്ലാ മുറിവുകളും ഏറ്റുവാങ്ങിയ സഹാബത്ത്. അങ്ങനെ നമുക്ക് സഹാബികളെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടത്. അവർ ആ സഹാബികൾ സഹോദരങ്ങളെ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അവരെ ദീന് പഠിപ്പിച്ചത്, അല്ലേ, ഖുർആൻ പഠിപ്പിച്ചത്, ഖുർആനിന്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കൊടുത്തു. ആ ആയത്ത് നബിയിൽ നിന്ന് കേട്ട ഖുർആൻ അവർ അതേപോലെ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു, അല്ലേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു ഹദീസിന്റെ തുടക്കത്തിൽ പറയണം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ ഞങ്ങൾ സുബഹിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അത് ഞങ്ങൾ ഇരിക്കായിരുന്നു. എവിടെ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീടിന്റെ മുമ്പിൽ. എപ്പോ? സുബഹിന്റെ മുമ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സുബഹിന്റെ മുമ്പ് അന്നത്തെ കാലത്ത് ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. എന്തിനറിയങ്ങള്? ഇബ്നു മസ്ഊദ് അവിടുത്തെ ഖാദിയായിരുന്നു, ജഡ്ജായിരുന്നു. അപ്പൊ പകല് മുഴുവൻ അദ്ദേഹത്തിന് തിരക്കായിരിക്കും. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ദീൻ പഠിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ സുബൈക്ക് പള്ളിക്ക് പോകുമ്പോഴാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? മൂപ്പര് സുബൈക്ക് ഇറങ്ങാൻ നേരത്ത് പെരന്റെ മുമ്പിൽ വന്ന് കുത്തിരിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്ത് പോകുമെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, അത്രയും അവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് വില നൽകാൻ കാരണം എന്താണ്? ഇബ്നു മസ്ഊദ് അത്രയും പ്രധാനപ്പെട്ട ഒരു സഹാബിയായിരുന്നു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീൻ പഠിച്ച പണ്ഡിതനായ ഒരു സഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ സഹാബത്തിനെ അങ്ങനെയാണ് അവർ കണ്ടത്. അങ്ങനെ അവർ താബിഈകൾ, അവർ സഹാബികളിൽ ദീൻ പഠിച്ചുകൾ ഈ 1400 വർഷമായിട്ട് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ ഒരു സംശയമില്ലാത്ത രൂപത്തിൽ എത്ര കൃത്യമായിട്ടാണ് ഹദീസുകൾ ഇങ്ങനെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്ന് കൃത്യമായിട്ട് അറിവ് അതേപോലെ ഏതൊരു രൂപത്തിലാണോ ആ വഹി ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയത്, ആ ഖുർആൻ എങ്ങനെയാണ് ഓതി കേൾപ്പിച്ചത്, എങ്ങനെയാണത് ജീവിച്ച് കാണിച്ചത്, അതേപോലെ കൈമാറ്റം ചെയ്ത് നമ്മളെ മുമ്പിൽ ഒരു സംശയമില്ലാത്ത രൂപത്തിൽ ഇന്ന് നമുക്ക് കിട്ടിയത് സഹോദരങ്ങളെ, അത് അള്ളാഹു അതിനെ നിലനിർത്തുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഈ ഖുർആൻ ഉണ്ടാക്കിയൊരു മാറ്റമുണ്ട്. അത് 1400 വർഷമായിട്ട് നമ്മൾ ചരിത്രം പഠിച്ച ഏതൊരാൾക്കും മനസ്സിലാകും. നിങ്ങൾ അറേബ്യ എന്ന ഒരു നമ്മൾ ഈ മാപ്പ് എടുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഗ്ലോബ് എടുത്ത് ഇങ്ങനെ നിർത്തി വെച്ചാൽ അതിൻ്റെ നടുവിലാണ് ശരിക്കും ഈ അറേബ്യ എന്ന് പറഞ്ഞ സ്ഥലം, അല്ലേ. അതിൻ്റെ ഒരു നടുഭാഗത്തായിട്ടാണ് വരിക, മധ്യത്തിലായിട്ട്. അതിൽ കുറഞ്ഞൊരു സ്ഥലം മാത്രമേ ഉള്ളത് ഈ സൗദി അറേബ്യൻ്റെ അപ്പുറപ്പുറമുള്ള കുറച്ച് ഈ അറേബ്യൻ നാടുകൾ നോക്കിയാൽ വളരെ ചെറിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ രണ്ട് ഭാഗത്തും ചരിത്രത്തിൻ്റെ നമ്മൾ വലിയൊരു കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗങ്ങൾ 700 കൊല്ലങ്ങളായിട്ട് രണ്ട് ഭാഗത്തും വലിയ സൈനിക ശക്തികളായ രണ്ട് സാമ്രാജ്യ ശക്തികളുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് പേർഷ്യക്കാരും ഒരു ഭാഗത്ത് റോമക്കാരും. അങ്ങനെ വലിയ രണ്ട് സൈനിക ശക്തികളാണ് ലോകത്തിൻ്റെ ഈ രണ്ട് ഭാഗം കാലങ്ങളോളം അടക്കി ഭരിച്ചിരുന്നത്, അല്ലേ. അവരാരും തന്നെ തിരിഞ്ഞു നോക്കാത്ത, അവർക്കൊന്നും വേണ്ടാത്ത ഒരു ഭാഗമാണ് ഈ അറേബ്യ എന്ന. കാരണം പ്രത്യേകിച്ച് അവിടെ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അവിടെ വരണ്ട ഭൂമിയാണ്, ഒരു കൃഷിക്ക് സാധ്യമല്ല, വലിയ പട്ടണങ്ങളോ സാംസ്കാരിക കേന്ദ്രങ്ങളോ ഇല്ലാത്ത, അങ്ങനെ ഒരു അന്തമുള്ള ആൾക്കാരും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് സാമ്രാജ്യങ്ങളും തിരിഞ്ഞു നോക്കാത്ത അതിൻ്റെ ഇടയിലുള്ള ഒരു ഇരുണ്ട സ്ഥലമാണ് ഈ അറേബ്യ എന്ന് പറഞ്ഞത്, അല്ലേ. അതിനപ്പുറപ്പുറം അവർക്ക് 700-800 വർഷത്തെ പാരമ്പര്യമുള്ള രാജാക്കന്മാരാണ് പേർഷ്യക്കാരും റോമക്കാരും. പിന്നെ മാത്രമല്ല ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളുള്ള സൈനിക ശേഷിയുള്ള രണ്ട് സാമ്രാജ്യങ്ങളാണ് ഇത് രണ്ടും. നിങ്ങൾ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം പ്രവാചകനായി ജീവിച്ച് ഖുലഫാഉർ റാഷിദുകൾ ഭരിച്ച് അത് കഴിഞ്ഞ് അമവിയ ഖിലാഫത്ത് കഴിഞ്ഞ് ഏകദേശം അബ്ബാസിയ ഖിലാഫത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഒരു ഹിജ്റ 136 ആകുമ്പോൾ ലോകത്തിൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സാമ്രാജ്യ ശക്തികളെയും ഏകദേശം 800-700-900 കൊല്ലം ലോകം ഭരിച്ചിരുന്ന ഈ രണ്ട് സാമ്രാജ്യ ശക്തികളും ലോകത്തിൻ്റെ മാപ്പിൽ പിന്നെ കാണാനില്ല. ലോകത്തിൻ്റെ മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി. മാത്രമല്ല, ആരാണ് അവരെ കീഴ്പ്പെടുത്തിയത്? എന്തെങ്കിലും ഒരു വലിയ സൈനിക ശക്തി വന്ന് കീഴ്പ്പെടുത്തിയതല്ല. ഈ അറേബ്യയിൽ നിന്നുള്ള ആ പ്രവാചകന്റെ ജീവിതം അനുധാവനം ചെയ്ത ഒരു കൊച്ചു ജനക്കൂട്ടം, അല്ലേ. അതൊരു വലിയ ആൾക്കൂട്ടമായിട്ട് അവർക്ക് പ്രത്യേക സൈനിക ശക്തിയും സൈനിക ശേഷിയൊന്നുമില്ല. അവർ സാധാരണ പൗരന്മാരാണ് സൈനികരായിട്ട് വരുന്നത്. അവർ ഈ രണ്ട് സാമ്രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പം അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ആ മാറ്റമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമുഅയിലൂടെ പറയുന്നത്. എന്താണ്
യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyീൻ. അവനാണ് ആ നിരക്ഷരരായ ആളുകളിൽ നിന്ന് ഒരു പ്രവാചകനെ, നിരക്ഷരനായ ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തത്. കേട്ടോ, റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി, അവർക്ക് അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തതാണ്. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു, അവർ മാറി. അതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റം. അതാണ് എന്താണ്? ആ ജനങ്ങൾ മാറി എന്നുള്ളതാണ്. ആ ഖുർആൻ കൊണ്ട് അവർ മാറി എന്നുള്ളതാണ്. കാരണം എന്താ? വയുഅല്ലിമുഹുമുൽ കിതാബ, ആ കിതാബ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവരെ ഓതി പഠിപ്പിച്ചു എന്നുള്ളതാണ്. വെറുതെ ഓതിക്കൊടുത്തക്കല്ല, അത് പഠിപ്പിച്ചൊക്കെയാണ്. പിന്നെ വൽ ഹിക്മ, ആ പ്രവാചകന്റെ ജീവിതം, ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ ആ നബിയുടെ ജീവിതവും അവരെ സംസ്കരിച്ചു, അവരെ മാറ്റിയെടുത്തു. ആ മാറ്റം ഇമാം മാലിക് പറഞ്ഞ പോലെ സഹോദരങ്ങളെ, ആ മാറ്റം ലോകത്ത് മുൻഗാമികൾ എന്തുകൊണ്ടാണോ മാറിയത്, അതുകൊണ്ട് മാത്രമാണ് പിൻഗാമികൾക്കും മാറാൻ പറ്റുള്ളത്. അപ്പോൾ ഒരു സ്ഥായിയായ മാറ്റം ഉണ്ടാക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ വഹി, ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിൻ്റെ വഹിയായ വിശുദ്ധ ഖുർആൻ, അതാണ് ആ വഹിനനുസരിച്ചുള്ള അവരുടെ ജീവിതമാണ്. അത് ആർക്കാണ് സഹോദരങ്ങളെ മാറ്റം ഉണ്ടാക്കുള്ളൂ? അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും അത് ഹുദയാണ് എന്നും നല്ല പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ അതിനെ അംഗീകരിക്കാനും അനുസരിക്കാനും ആ അള്ളാഹുവിനോടും റസൂലിനോടും വിധേയത്വമുള്ള, സ്നേഹമുള്ള ആളുകളിൽ മാത്രമേ ഇത് മാറ്റം ഉണ്ടാക്കുള്ളൂ. അതാണ് മനസ്സിലായി. എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ, അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അതിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ, അത് മാറ്റമുണ്ടാക്കുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റം ഉണ്ടാക്കുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. അത് യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ, ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ ഇത് ഗൈഡൻസായി മാറുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ വിശുദ്ധ ഖുർആൻ അത് ഒരു മാറ്റമില്ലാതെ ഇന്നും നമുക്കിടയിൽ കൃത്യമായിട്ട് അവതരിച്ച രൂപത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അത് അതിൻ്റെ ഭാഷ കൊണ്ട്, അല്ലേ? നമ്മളിപ്പോൾ എല്ലാവരും അറബി പഠിക്കണം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അറബി ഭാഷയ്ക്ക് മറ്റു ഭാഷകളെക്കാൾ എന്തുണ്ട്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതേപോലെ തന്നെ ഓരോ കാലത്തും ഇപ്പം ഈ എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഈ എന്താണ് നമ്മൾ ഈ VCR എന്നുണ്ടായിരുന്നു, ഈ സിനിമയും അല്ലേമാതിരി ഇതൊക്കെ കല്യാണമൊക്കെ അന്ന് കാസറ്റിലാക്കുക ചെയ്യാം. അപ്പോൾ അന്നിപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ കല്യാണം പരിപാടിയൊക്കെ കാസറ്റ് ആക്കണേ 2-3 കാസറ്റ് ഉണ്ടാവും. അപ്പോൾ അന്ന് ഉസ്താദി നമ്മളോട് പറയുന്നത്, നമ്മൾ ചെയ്യണ തെറ്റൊക്കെ നാളെ പടച്ചോൻ കാണിച്ചു തരും, പരലോകത്ത് നമുക്ക് കാണിച്ചു തരും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്തേ ഉള്ളൂ, ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ VCR-ലാക്കി കാസറ്റിലാക്കി വെക്കുകയാരം, എന്നിട്ട് പടച്ചോന്നൊക്കെ കൂടി ഇട്ടുകയറാം. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു ജീവിതം തന്നെ ഇപ്പോൾ ഒരു വലിയ 2-3-4 മുറി വേണ്ടിയില്ലല്ലോ ഇപ്പോൾ കാസറ്റ് വെക്കണമെങ്കിൽ. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മൾ വലുതായി വന്നപ്പോൾ എന്തായി, പിന്നെ ഇത് CD ആയി. പിന്നെ അത്രയൊന്നും വലിയ കാസറ്റിൻ്റെ അത്രയൊന്നും സ്ഥലം വേണ്ട. ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മൾ ഒരാളെ മുഴുവൻ ജീവിതം റെക്കോർഡ് ചെയ്യണമെങ്കിലും ഒരു ചെറിയ ചിപ്പ് മതി, അല്ലേ? എത്രയും എന്താണ് ടെറാബൈറ്റും ജിഗാബൈറ്റൊക്കെ കൊള്ളണ ചെറിയ ഡ്രൈവുകൾ വരെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതായത് ഇനി അത്രയൊന്നും ആദ്യം നമ്മൾ വിചാരിച്ചത്രയൊന്നും സ്ഥലം വേണ്ട എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആന് പ്രയോഗിച്ചൊരു പദമുണ്ട്, കിതാബും മർഖൂം എന്നാണ്. കിതാബും മർഖൂം. അപ്പോൾ അത് ആ സഹാബത്തിന് അത് ഓതിക്കൊടുത്തപ്പോൾ അതവർക്ക് വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി. നിങ്ങൾ കിതാബും മർഖൂം എന്ന് നമ്മൾ ഓതുമ്പോൾ സഹോദരങ്ങളെ, റക്കം എന്നാണ് അറബിയിൽ ഡിജിറ്റിന് പറയാം. ഡിജിറ്റ് എന്ന സാധാ അറബിക്ക് റക്കം എന്നാണ് പറയാം. റക്കം മൊബൈൽ നമ്പറൊക്കെ പറയുമ്പോൾ റക്കം എന്നാ പറയാം. ആ നമ്പർ ഇങ്ങനെ പറയാൻ വേണ്ടി ഡിജിറ്റ് എന്നാ പറയാം, റക്കം എന്നാണ്. മർഖൂം എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഡിജിറ്റലൈസ്ഡ് ഡോക്യുമെന്റ്, കിതാബും മർഖൂം. അപ്പോൾ ഒരു കിതാബും മർഖൂമായിട്ട് നമ്മളെ രേഖ നമുക്ക് തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ആർക്കും ഏത് കാലത്തും അത് ഓതുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. അത് വേറൊരു ഭാഷക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കഴിവുകൾ എത്രയോ കാലം മുമ്പ് എഴുതിയ 100 കൊല്ലം മുമ്പ് എഴുതിയ മലയാള പുസ്തകം എടുത്ത് വായിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ലെന്ന്. അതിൻ്റെ ഭാഷയും അതിൻ്റെ ഒന്നും അത് വായിച്ചാലും മനസ്സിലാവില്ല, വായിക്കാനും കഴിയില്ല, വായിച്ചാൽ മനസ്സിലാവില്ല. എന്നാൽ അറബി നോക്കി നിങ്ങൾ ഏത് കാലത്തും വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും നിങ്ങൾ ഏത് കാലത്ത് ഓതിയാലും അത് അന്ന് ജീവിച്ചിരുന്നവർക്ക് മനസ്സിലാകും. നിങ്ങളിന്ന് ശാസ്ത്രം എത്ര പുരോഗമിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓതുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും. എന്നാലും അതൊരു മനസ്സിലാകാത്ത അവസ്ഥ ഏതൊരു കാലത്തും മനുഷ്യൻ്റെ ബുദ്ധിക്ക് അന്നത്തെ ശാസ്ത്ര വളർച്ചക്കനുസരിച്ച് മനസ്സിലാകുന്ന രൂപത്തിലാണ് അറബിയിലെ ഓരോ വാക്കുകളും കിടക്കുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അറബിയിലായത് എന്ന് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. അള്ളാഹു അറബി തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് എന്ന് നമുക്കത് പറയുമ്പോൾ മനസ്സിലാവും. ഇതിന് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലേ, അതിലൊരു സംശയമില്ല. വിശുദ്ധ ഖുർആന് ലാ റൈബ എന്ന് കുറേ സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സംശയമില്ല. അത് ഒന്ന് ഖുർആന്റെ സംശയമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത് മരണാനന്തര ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ കുറേ സ്ഥലത്ത് ലാ റൈബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ റൈബ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, അതൊരു വിശുദ്ധ ഖുർആന്റെ ഒരു അറബിൻ്റെ ഒരു പ്രയോഗമാണ്. നഹിയും ലിൽ ജിൻസ് എന്ന് പറയും. ഒരു ഇനത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് ഫതഹിട്ട് നിഷേധിക്കുക എന്ന് പറയാം, ലാ റൈബ. ശരിക്കും ഞാൻ ലാ റൈബുൻ എന്ന് പറഞ്ഞാൽ മതി, അതിലും അതിൻ്റെ അർത്ഥം സംശയമില്ല എന്ന് തന്നെയാണ്. ലാ റൈബുൻ എന്ന് പറഞ്ഞാലും ലാ റൈബ എന്ന് പറഞ്ഞാലും അറബിയിൽ സംശയമില്ല എന്ന് തന്നെയാണ്. പക്ഷെ എന്താണ് ലാ റൈബ എന്നും ലാ റൈബുനും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഇപ്പൊ ഞാൻ പറയാണ് ലാ റജുലുൻ ഫീ ബൈത്തി, എൻ്റെ വീട്ടിൽ ഒരു പുരുഷനില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വലിയ പുരുഷനില്ല എന്നേ അർത്ഥമുള്ളൂ, പുരുഷനില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മക്ക് ചെറിയൊരു ആൺകുട്ടി ഉണ്ടായിക്കണമെങ്കിൽ എന്ത് പറയാ? ലാ റജുലു എന്ന് പറയാം. ഞങ്ങളെ വീട്ടിൽ എന്തില്ല, ഒരു പുരുഷനില്ല എന്ന് പറയാം, കാരണം ചെറിയ കുട്ടിയേ ഉള്ളൂ എന്ന് പറയാം. പക്ഷെ ലാ റജുല ഫീ ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരാൺതരി ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഒരാൺതരി ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആൺകുട്ടികളേ ഇല്ല എന്നാണ്. ലാ റജുല എന്ന് പറഞ്ഞാൽ, ലാ റജുല എന്ന് പറഞ്ഞാൽ വലിയൊരാണില്ലാന്നേ, പുരുഷനില്ലാന്നേ അർത്ഥം വരുള്ളൂ. ലാ റജുല എന്ന് പറഞ്ഞാൽ ആൺതരിയില്ല എന്നാണ് അർത്ഥം പറയാം. അപ്പോൾ അതൊന്നും മലയാള ഭാഷക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ലാ റൈബ ഫീഹി എന്നുള്ളതിൻ്റെ അർത്ഥം വായിച്ചു കിട്ടും. എന്താണ് ലാ റൈബ ഫീഹി? അതിൽ സംശയമേ ഇല്ല എന്നാണ് മലയാളത്തിൽ കൊടുക്കുക. അപ്പോൾ അതൊക്കെ അത്രയും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കൂടുതൽ ആശയവും ഗാംഭീര്യവും ഒക്കെ നൽകാൻ കഴിയുന്നൊരു ഭാഷയാണ് അറബി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾക്ക് എന്താ പറ്റിയെച്ചാൽ നമ്മൾ ദുനിയാവിനാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദുനിയാവിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകി പോകുന്നത്. നമുക്ക് എന്തുകൊണ്ടോ നമ്മൾ ആഖിറത്തിനെ നമ്മൾ വിസ്മരിച്ചു പോയി എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അല്ലേ. അത്രത്തോളം വിശുദ്ധ ഖുർആന് ദുനിയാവിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു. സൂറത്തുൽ ഹദീദിലെ ഒരായത്തിൽ എന്താണ് ദുനിയാവ് എന്ന് പഠിച്ചോ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ദുനിയാവ്? അതൊരു വഞ്ചനാചരക്കാണ് സത്യത്തിൽ അല്ലെ. ഖുർആൻ പ്രയോഗിച്ച് ദുനിയാവിനെ പറ്റി ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച പദം അതൊരു വഞ്ചനാചരക്കാണെന്നാണ്. നമ്മളെ വഞ്ചിപ്പിക്കുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ ദുനിയാവ് എത്ര തന്നെ കിട്ടിയാലോ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു സായിപ്പിൻ്റെ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ തുടങ്ങണ കാലത്ത് എന്താണ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കിയ ഇപ്പോഴെല്ലാവരും സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ തുടങ്ങി. പണ്ട് ഇതൊക്കെ തുടങ്ങിയ കാലത്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ വലിയ രണ്ടാൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ തുടക്കത്തെ പറ്റി പറയേണ്ടതാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് തുടങ്ങിയൊരു കാലഘട്ടം. അദ്ദേഹം ചെറിയൊരു ജോലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വൈകുന്നേരം വന്നിട്ട് പിന്നെ രണ്ടാമത് അദ്ദേഹം മഗ്‌രിബിൻ്റെ ശേഷം രാത്രി ഈ പണിക്ക് പോകും. ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്വന്തം വർക്കിന് പോവുക ചെയ്യാം. അപ്പോൾ ഫാമിലി മിസ്സാകാതിരിക്കാൻ വേണ്ടി മൂപ്പര് എന്ത് വെച്ചാൽ ഭാര്യൻ്റെയും കുട്ടീൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് എന്നിട്ട് പിന്നെ മൂപ്പര് ഈ സ്വന്തം കമ്പനി ഉണ്ടാക്കാൻ രാത്രി പണിയെടുക്കുകയാണ്. നേരെ വെളുക്കോളം ജോലി ചെയ്യുന്നത്. അങ്ങനെ തുടക്കത്തിൽ അങ്ങനെയാണ് മൂപ്പര് ആ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിട്ട് $100 ബില്യൺ വലിയൊരു കമ്പനിയായിട്ട് അത് മാറി. ആ സന്ദർഭത്തിൽ അദ്ദേഹം ആ കമ്പനിയാണ് വിറ്റു. $100 ബില്യൺ എന്നിട്ട് ബാങ്കൊക്കെ ഇട്ട് ഈ കമ്പനി മൂപ്പര് ഒഴിവാക്കി. പക്ഷെ എന്താ വെച്ചാൽ അന്നത് $1,00,000 ബില്യൺ കമ്പനിയായിട്ട് നിലനിൽക്കുകയാണ്. അദ്ദേഹം വിറ്റ കമ്പനി വലിയ കമ്പനിയായി മാറി. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കത് വിറ്റതിൽ സങ്കടം ഉണ്ടോ? കാരണം ഇന്നത് ഭയങ്കര ആസ്തിയുള്ള കമ്പനിയാണ് മൂപ്പര വിറ്റ കമ്പനി. അപ്പോൾ നിങ്ങൾക്കത് അന്ന് വിറ്റതൊരു നഷ്ടമായി ജീവിതത്തിൽ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ അന്നത് $100 ബില്യൺ വിറ്റത് ബാങ്കിലിട്ടു ആ പൈസ. എൻ്റെ ഒരു 10 തലമുറ തിന്ന് തീർത്താലും ആ പൈസ തീരൂല എന്നാണ്. പിന്നെ ഇപ്പം എന്തിനാ എനിക്ക് പൈസ? ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? കാരണം ഞാൻ അന്നിട്ട് ലാഭം തന്നെ ബാങ്ക് കിടക്കുകയാണ്. അതിൻ്റെ 10 തലമുറ തിന്ന് തീർത്താലും തീരാത്ത പൈസയാണ്. പിന്നെ ഞാൻ എന്തിനാ അതിനെപ്പറ്റി സങ്കടപ്പെടുന്നത്? സഹോദരങ്ങൾ, ദുനിയാവിന് അങ്ങനെയെങ്കിലും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടതുണ്ട്. നമ്മളെ ഇങ്ങനെ ഈ ബിസിനസ്സൊക്കെ നോക്കി ഞാൻ കുറ്റപ്പെടുത്തില്ല. അപ്പം എൻ്റെ അവസ്ഥ തന്നെ ഞാൻ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ദുനിയാവ് കൂടുതൽ കിട്ടും. ആരെങ്കിലും പറയോ എൻ്റെ ഒരു ഷോപ്പ് ഞാൻ അവിടെ ഇട്ടിക്കണം, അതൊന്നും റെഡി ആയിട്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഖുർആൻ പഠിച്ചണം, അയിമന്ന് കിട്ടണമൊക്കെ ഒരു പൗതി പൈസ എന്തായാലും ഏതെങ്കിലും ഒരു ചാരിറ്റി കൊടുത്തിട്ട് പൗതി ജീവിക്കാൻ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് നിർത്തണം എന്നാരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മളെന്താ കാണുക, പിന്നെ മൂപ്പരെ കുറച്ചുകൂടി തിരക്കുള്ള ആളായിട്ടൊക്കെയാണ്. മൂപ്പര് അത് ക്ലിക്കായാൽ ഇവിടെ നിന്ന് വെട്ടത്തൂരങ്ങാടി ക്ലിക്കായാൽ എന്ത് ചെയ്യും, പെരിന്തൽമണ്ണ ഇടാനേ കാരം പൂതി.
പെരിന്തൽമണ്ണ ക്ലിക്കായാൽ ഒരു 3-4 സ്ഥലത്തും കൂടി എൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങണം എന്നാണ്. പിന്നെ ഇവിടെ നിന്ന് റെഡി ആയാൽ പിന്നെ UAE കയറും. UAE ക്ലിക്കായാൽ സൗദിയിലൊന്നും ഇടണം തോന്നും, പിന്നെ ആൾക്കാർക്ക് ലണ്ടനിൽ ഇടണം തോന്നും. അങ്ങനെ പിന്നെ ഇവിടെ ഔഡിയും കാണാനില്ലാത്ത ആളായിക്കാരം. തിരക്ക് കൂടുക ചെയ്യുക. കാരണം അതാണ് ദുന്യാവിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെയാണ് ദുന്യാവ്. അതിൻ്റെ പിന്നാലെ അങ്ങനെ ചെയ്സ് ചെയ്ത് നമ്മളങ്ങനെ പോവും. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മളെ മരണം നമ്മൾ വിളിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് യഅ്ലമൂ, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ, നിശ്ചയമായും ഈ ദുനിയാവിന്റെ ജീവിതം എന്നത് ലഇബുൻ വലഹുൻ, അത് കളിയാണ്, അത് വിനോദമാണ്, വസീനത്തുൻ, അത് അലങ്കാരമാണ്. ഖുർആൻ പ്രയോഗിച്ച ഓരോ പദം ഇങ്ങനെ പരിശോധിച്ചാൽ മതി. അത് കളിയാണ്. കളി എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചിന കളിയല്ല, കുട്ടികൾ കളിച്ചിന കളി. അതാണ് കളി പറഞ്ഞാൽ. അത് വേറൊന്നും ആലോചിക്കാത്തൊരു പ്രായം. നമ്മൾ കുട്ടികളെ പറയല്ലോ, ഇപ്പൊ വാപ്പ മരിച്ചു, 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചത്, ഓന് നല്ലൊരു JCB കിട്ടിയാൽ ഓന് വാപ്പ മരിച്ചോന്നും അറിയില്ല. അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഗൗരവമല്ല. പക്ഷേ അത് ആ JCB കിട്ടി കളിച്ചിന കളിയുണ്ട്. അല്ലെങ്കിൽ പ്രായത്തിനൊത്ത് ഇതൊന്നും, അങ്ങനത്തെ ഒരു പ്രായമുണ്ട്. കളിനോട് ഏറ്റവും അഡിക്റ്റഡ് ആയ അല്ലെ കുട്ടികളുണ്ടല്ലോ, സ്കൂളിൽ വന്നാണ്ട് നേരെ പുസ്തകമൊക്കെ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് പെരേക്കും കൂടി കയറാതെ കളിച്ചാൻ പോകും അല്ലെ. എപ്പോഴും പരാതി പറയുന്നത് ആ വന്ന ബാഗും കൂടി ഒന്നും എടുത്തേക്കൂല, അതാണ് സിറ്റ് ഔട്ടിൽ ഇട്ടിട്ട് പോകണമാണ്. ആ യൂണിഫോമും കൂടി മാറ്റാൻ. അതാണ് കളി എന്ന് പറഞ്ഞാൽ അല്ലേ. ഇപ്പം നമ്മൾ ടൂറൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ മോളുണ്ടാവും. ഇപ്പം നമ്മൾ കാശ്മീരിക്ക് തന്നെ പോയി അരിച്ചോളി, ചെറിയ മോളുണ്ടാവും. ഓളെ ഭാവിയും കിച്ചൺ സെറ്റ് പാവക്കുട്ടി കൊടുത്തിട്ട് ബാഗ് ഇടുന്നു, എന്ത് കാശ്മീരിൽ പോയി കളിച്ചാൽ. അപ്പം എന്താ, അത് കളിയാണ്. കാരണം അവിടെയും കിച്ചൺ സെറ്റും, കുട്ടിക്ക് അവിടെയും അവളെ പാവയും കിച്ചൺ സെറ്റും ഡോക്ടർ സെറ്റും തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് കളിൻ്റെ ഒരു ക്രൈസാണ് അല്ലേ. ഒരു ഉമ്മ പറഞ്ഞാണ്, കുട്ടി കളിച്ചിട്ട് ഗെയിമിന് കളിച്ചിട്ട് നിക്കറിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവുന്നത്. കാരണം മൂത്രമൊഴിക്കാൻ ഒന്നും നേരല്ല, അതൊക്കെ നിക്കറിൽ ഒഴിക്കും. ആ ഗെയിമിന്റെ ഭ്രാന്തുകൊണ്ട് ഖുർആൻ പ്രയോഗിച്ച അത് കളിയാണ്, അത് കളിയാണ്, അതൊരു സ്റ്റേജാണ്, കളിൻ്റെ ഒരു സ്റ്റേജാണത്. അത് ഏറ്റവും ആ ചെറിയൊരു കാലഘട്ടത്തിൽ അതാണ്. പിന്നെ വലഹുൻ, പിന്നെ അതിങ്ങനെ ക്രമേണ എന്റർടൈൻമെന്റായി മാറും. ഇപ്പം നമ്മൾ കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും. അതിങ്ങനെ ആ കളി ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കുട്ടികൾ വലുതാവുമ്പം പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഷോ ഓഫ് ആക്കണം. അതായത് ഞാൻ ഇന്ന ഗെയിം ഇത്ര ലെവൽ കളിച്ചു, പിന്നെ അതാണ് എഞ്ച് ഏത് ലെവലില്ല, ഞാൻ ഏത് ലെവലില്ല. അപ്പം ലെവൽ താരതമ്യം ചെയ്യാനാണ്. ഇപ്പം ഗോൾ അടിക്കുകയാണെങ്കിൽ ഞാൻ 2 ഗോൾ അടിച്ചു. അങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് പിന്നെ എന്ത് ചെയ്യും, ആ ജീവിതം വഴിമാറുകയാണ്. പിന്നെ വസീനത്തുൻ, അത് അലങ്കാരമാണ്, അലങ്കാരമാണ്. അത് ഏറ്റവും സൂട്ടാക്കുക നമ്മൾ പെൺകുട്ടികളുടെ അടുത്താണ്. കാരണം ഏറ്റവും ജീവിതം ഒരു അലങ്കാരമാണെന്ന് പറയുമ്പം എല്ലാം ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ ഒരു കുട്ടിക്കൂറ പൗഡർ മാത്രമല്ല. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുമ്പം ഒരു അൽമുണിപ്പെട്ടിയാണ് അന്ന് ഏറ്റവും വലിയ പൈസ ഉള്ളവർക്ക് ഉണ്ടാകുക. നിങ്ങൾക്കറിയില്ല, ഒരു അൽമുണിപ്പെട്ടി. അതില്ലോരാണ് ഏറ്റവും ടോപ്പ് ബാഗ് പറഞ്ഞ അൽമുണിപ്പെട്ടിയാണ്. ആ അൽമുണിപ്പെട്ടി ഇങ്ങനെ ചില പെൺകുട്ടികളൊക്കെ വലിയ പരിയിൽ വരുന്ന പെൺകുട്ടികൾ അൽമുണിപ്പെട്ടി ഇങ്ങനെ തുറന്നോക്കും. എന്നിട്ട് അതിൽ ഒരു കണ്ണാടിൻ്റെ പൊട്ടുണ്ടാവും, അതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു കീറിയ കടലാസിൽ ഇങ്ങനെ കുട്ടിക്കൂറൻ്റെ പൗഡർ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു അന്നത്തെ. കുട്ടിക്കൂറ പൗഡറും പൊട്ടിയ കണ്ണാടിച്ചില്ലും. ആ കണ്ണാടിച്ചില്ല തന്നെ കരിമ്പനടിച്ച് കൈക്ക് നോക്കിയാൽ കണ്ണാടിൻ്റെ കരിമ്പന കുത്താണോ നമ്മളെ മൂത്തത്തെ കുത്താണോ എന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ കണ്ണാടിയാണ് എല്ലാവരും നമ്മളെ പരിയിലൊക്കെ ഉണ്ടായത്. ഇന്നെന്താ വെച്ചാൽ നമ്മൾ S24 ക്യാമറ ഉപയോഗിച്ച് പെൺകുട്ടികൾ സെൽഫി എടുത്തിട്ട് സൂം ചെയ്ത് മുഖത്ത് ഓട്ടണ്ടോ നോക്കാണ്, മുഖക്കുരുണ്ടോന്ന്. എന്നിട്ട് നിങ്ങൾ പോയി നോക്കി, നിങ്ങളെല്ലാ കുട്ടികളെ പരിയിലും പോയി നോക്കിയാൽ അവിടെ നിന്ന് പലതരത്തിലുള്ള ലിപ്സ്റ്റിക്ക്, കളറുള്ള ലിപ്സ്റ്റിക്ക്, കളറില്ലാത്ത ലിപ്സ്റ്റിക്ക്, പിന്നെ പലതരത്തിലുള്ള അലോ ഇ, അലോ എ, അലോ ബിൻ്റെ പലതരത്തിലുള്ള ക്രീമുകൾ. അങ്ങനെ പിന്നെ ഓരോ ഡ്രസ്സിനനുസരിച്ചാണ് വാച്ച് കിട്ടുക. വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ കളറൊക്കെ ഡ്രസ്സിനനുസരിച്ചേക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒപ്പിക്കുള്ള കുട്ടി നല്ലൊരു ചൊറുക്കുള്ള വാച്ച് ഇട്ട് വന്നിട്ട്, ഇതുവരെ കാണാത്ത ഒരു ഭയങ്കര. അപ്പം എനിക്കൊരു തോന്നല് ആ വാച്ച് നടക്കണ്ടാവില്ല. എൻ്റെ മനസ്സ് പറഞ്ഞത് നടക്കണില്ല എന്ന്. അപ്പോൾ ഞാൻ സമയത്ര അയച്ചോളോട്, ഇവിടെ ഇത് നടക്കൂല. അപ്പോൾ ഇത് എന്തിനാ കെട്ടി വെച്ചു, കാണാൻ വേണ്ടി, ഒരു ഷോക്ക് വേണ്ടി കെട്ടിയത്. ഖുർആൻ പ്രയോഗിച്ച പദം നോക്കി നിങ്ങൾ. അന്നേരം അലങ്കാരമാണ്, സീനത്താണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊരു പച്ച യാഥാർത്ഥ്യം. ഈ ദുനിയാവ് എന്താന്ന് പഠിച്ചോ പറഞ്ഞുതരാണ്. ദുനിയാവ് എന്താണ്? അത് കളിയാണ്, അത് തമാശയാണ്, വിനോദമാണ്, അലങ്കാരമാണ്. ഇനി അതൊരു സ്റ്റേജാണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ള സ്റ്റേജ് ഏതാ നിങ്ങളറിയാം? ഇപ്പം ഈ പെൺകുട്ടികളെ ഫോണൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ. ഫോണ് തല്ലിപ്പൊളിക്കാരം. കാരണം വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഒഴിവാക്കിയ ഫോണാണ് സാധാരണ പെൺകുട്ടിയൊക്കെ കിട്ടുക. അതിൻ്റെ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ 8 കാലി വലനേക്കാൾ മോശക്കാരം. പക്ഷെ അതിൻ്റെ ഒരു കവറുണ്ട്, അത് 1.5 കവറേക്കാരം. അത്രയും ചൊറുക്കുണ്ടാവും ആ കവറ്. അത് ഭംഗിയാണ്, അത് സീനത്താണ്. പിന്നെ അതാ കഴിഞ്ഞുള്ള സ്റ്റേജ് വതഫാഖുറും ബൈനക്കും എന്നാണ്, നിങ്ങൾക്കിടയിലുള്ള പെരുമ നടിക്കലാണ് അല്ലേ. അത് ആ സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. എൻ്റെ ഇപ്പോൾ ഒരാളോട് ചോദിച്ചാൽ എന്താ ഇപ്പം വർത്താനം,
എന്താ ഇപ്പോൾ സുഖമാണ്, മൂത്തോന് മറ്റോടത്താണ് അമേരിക്കയിലാണ്, മറ്റോ കാനഡയിലാണ്, പിന്നെ ഒരാൾ IIT പഠിച്ചാണ്, മറ്റുള്ള പാലയിലാണെന്ന് പറഞ്ഞാൽ പാലക്കാർ ഇനി കുറച്ച് കഴിഞ്ഞാൽ IIT എത്തുന്നതാണ്. എന്നുവെച്ചാൽ ആ പ്രൊഫൈലാണത്. എവിടേക്ക് എന്തൊക്കെയാന്നുള്ളത് അത് ഇപ്പോൾ സ്വത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ. അവിടെ സെൻറ്റ് സ്ഥലമുണ്ട്, മറ്റേ വെട്ടത്തൂർ അങ്ങാടിയിൽ അതിൻ്റെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ ഇച്ചിരി 10 സെൻറ്റ് സ്ഥലമുണ്ട്, മാർക്കറ്റിലുള്ളടത്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, പൈസ ഉണ്ടാക്കുക നമുക്കിങ്ങനെ ഈ മുതലാളിമാരെ നോക്കിയാൽ മനസ്സിലാവും. ആദ്യമൊക്കെ പൈസ ഉണ്ടാക്കാനാണ് ഒരു ത്വര ഉണ്ടാക്കുക. പിന്നെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അറിയോ, പിന്നെ ആ പൈസ ഉള്ളത് 4 ആളെ അറിയണം. അതിലാണ് അതിൻ്റെ ത്രില്ല്. വേറെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, ആ പൈസ ഉണ്ട് എന്ന് 4 ആളെ അറിയണം. സ്വത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും സ്വത്തുക്കളിലും പരസ്പരം പെരുമ നടിക്കുക, പൊങ്ങച്ച നടിക്കുക, പെരുപ്പം കാണിക്കുക. ഇതാണ് ദുന്യാവ് എന്ന് പറഞ്ഞാല്. ഇതല്ലാതെ എന്താ ദുന്യാവ്? അതിൽ മനുഷ്യൻ ആ കോമ്പറ്റീഷനിൽ പെടുകയാണ് അല്ലേ. ചില ആൾക്കാർ വന്നിട്ട് പറയും, ഡോക്ടറെ എൻ്റെ ഭാര്യനൊന്ന് വിളിച്ചുപദേശിക്കണം. വീട് ഞാൻ ഉണ്ടാക്കി പ്ലാൻ വരച്ച്, ഒരു പ്ലാൻ വരക്കും, പിന്നെ അത് മാറ്റും, പിന്നെ അടുത്ത പ്ലാൻ വരക്കും. അപ്പോൾ എന്താ പ്രശ്നം? ഇളച്ചനൊരു പേരുണ്ടാക്കും, ഓളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു പേരുണ്ടാക്കും, അപ്പോൾ പിന്നെ പ്ലാന് മാറ്റണം. അങ്ങനെ നമ്മളെന്തിനാ സഹോദരൻ നമ്മൾ പേരുണ്ടാക്കണതിന്? നമുക്ക് നിൽക്കാനല്ലേ. ഇളച്ചൻ്റെ മൂത്തച്ഛൻ്റെ പേര നോക്കിയിട്ട് എന്തിനാ നമ്മൾ പേരുണ്ടാക്കണത്? അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ഈ പേരയും ഈ വണ്ടിയും ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു ഷോ ആണ്, ഒരു ഷോ ആണ്. ആരെയോ കാണിക്കാൻ, ആർക്കെതിരെയുള്ളൊരു മത്സരമായിട്ട് നമ്മൾ മാറുകയാണ്. അതന്നെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാല്. എന്നിട്ട് പഠിച്ചോ പറയണേ, ഒരു മഴ പോലെ, ഒരു മഴ പോലെ. മഴക്ക് എത്രങ്ങാനും വാക്കുണ്ട് അറബിയിൽ അല്ലേ. മഴ, ഒട്ടകം, ആകാശം എന്നൊക്കെ പറഞ്ഞാൽ ഈ അറബി കവിതയിലൊക്കെ കണ്ടമാനം വാക്കുണ്ടാവും. 100-100 വാക്കുണ്ടാവും ചിലപ്പോൾ അറബി എടുത്ത് നോക്കിയാൽ. ഈ ഒട്ടകം അതേമാതിരി മഴക്കൊക്കെ. പക്ഷെ അതിൽ പടച്ചോൻ ഇവിടെ പ്രയോഗിച്ചത് എന്താണ്? ഒരു വയസ്സ് പോലെയാണ്, ഒരു മഴ പോലെ, ഒരു പാകമായ മഴ പോലെ അല്ലേ. മഴ കൂടിയാലും കുഴപ്പം. ചിലപ്പം ചില മഴയൊക്കെ പെയ്ത് എൻ്റെ വല്യമ്മ പറയും, ഈ മഴ ഇപ്പം നല്ലീനല്ല, ആ കശുവണ്ടിൻ്റെ പുകക്കപ്പം ഈ മഴ കൊണ്ട് കരിയെന്നറിയും. ചെറിയ മഴ പെയ്ത് അങ്ങനെ എത്ര നല്ലോ പെയ്താൽ കരിയില്ല എന്ന് പറയും. കേട്ടോ, വല്യമ്മ പറയണാണ്. ഇത് കുറച്ചും കൂടി നന്നായി പെയ്യുകയാണെങ്കിൽ ഇതൊന്നും കരിയില്ലേന്ന് പറയും. അപ്പം അങ്ങനെ പാകമായ മഴ പോലെയാണ്. ആ മഴ കൊണ്ട് കർഷകൻ എന്തില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. കർഷകന് നന്മ ഉണ്ടാകുന്ന ഒരു മഴയാണ് വൈസ് എന്ന് പറയാം. കമസലി വൈസി അഅജബൽ കുഫാറ, അത് കർഷകനെ ആശ്ചര്യപ്പെടുത്തി. എന്താണ്? നബാത്തുഹു, അതിലാ ചെടികളും അതൊക്കെ അങ്ങനെ ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ആലോചിക്കുക, ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ആ കർഷകന് ഇപ്പൊ ഒരു വാഴ കൃഷി നടത്തണവനാണെങ്കിൽ അയാൾ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, എപ്പോൾ എൻ്റെ വാഴപ്പഴം എപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യണത്. ഓണത്തിന് ഇറങ്ങിയാലേ അതിന് വില കിട്ടുള്ളൂ. ഓണത്തിന് നേന്ത്രക്കായ പച്ചയായി മാർക്കറ്റിൽ എത്തിച്ചാലേ മാക്സിമം വില കിട്ടുള്ളൂ. അപ്പം എന്ന് കൃഷി നടണം, അതിനനുസരിച്ചാണ് കൃഷി അറേഞ്ച് ചെയ്യുക. അല്ലാതെ വില സീസൺ അല്ലാത്തൊരു സമയത്ത്, മാർക്കറ്റ് വില ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ സാധനം മാർക്കറ്റിൽ ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കൃഷി എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അത് ഓണത്തിന് വിളവെടുപ്പ് നടത്തണം, അല്ലെങ്കിൽ വിഷുവിന് വിളവെടുപ്പ് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിത്ത് തയ്യാറാക്കണം, അതിൻ്റെ മണ്ണ് റെഡിയാക്കണം, വളം റെഡിയാക്കണം, എന്നിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ടോ ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ വലിയ സന്തോഷമുള്ള ഒരു സമയമുണ്ട്. എന്നാണത്? അത് വിളവെടുക്കണം എന്നാണ്, വിളവെടുക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പടച്ചോൻ ഇവിടെ താരതമ്യപ്പെടുത്തിയത്, ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിയത് എന്തിനോടാണ്? ഒരു വയസ്സിനോടാണ്, പാകമായ മഴയോട്. ഒരു കർഷകന് ഏറ്റവും നല്ല രൂപത്തിൽ മഴ ലഭിച്ച് അവൻ്റെ കൃഷിയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ആയിത്തീരുന്ന ഒരു മഴയോടാണ് ഈ ദുനിയാവിനെ അള്ളാഹു ഉപമിച്ചത്. എന്നിട്ട് അള്ളാഹു അവിടെ ബോധപൂർവം ഒരു കാര്യം പറഞ്ഞില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആയത്തിൽ അള്ളാഹു പറയാതെ പോയൊരു കാര്യമുണ്ട്, ആ വിളവെടുപ്പ്. ആ വിളവെടുപ്പോടെ പറഞ്ഞില്ല. ആലോചിച്ച്, ഒരു കർഷകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വിളവെടുപ്പാണ്. അതിവിടെ അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്താ അടുത്ത് നേരെ പറയുന്നത്? പിന്നെ അതാണ് ഉണങ്ങി വൈക്കോലായി എന്നാ പറഞ്ഞത്. അത് ദുനിയാവിലെ അതിൻ്റെ ആ വിളവെടുപ്പ് സഹോദരങ്ങളെ ഈ ദുനിയാവിലല്ല, അത് ആഖിറത്തിലാണ്. അത് ആഖിറത്തിലാണ്. അതിനെപ്പറ്റി നിങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്തോ അതിനിവിടെ ഫലം കണ്ടില്ലേ, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, അതിന് നഷ്ടമില്ല. ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നിങ്ങൾ ഈ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് അല്ല, എഫർട്ടാണ്. അത് മനസ്സിലാക്കുക. ദീനിൽ എപ്പോഴും എഫർട്ടിനാണ് കൂലി. നിങ്ങൾ എന്ത് നീയത്തോട് എത്ര എഫർട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നതിൽ ചോദ്യമല്ല, അത് പ്രശ്നമല്ല ഇവിടെ. ഏറ്റവും പ്രവാചകന്മാർ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. ആരുമില്ലാത്ത പ്രവാചകന്മാരുണ്ടാവുന്നു, ഒരു അനുയായി പോലും ഇല്ലാത്ത പ്രവാചകന്മാർ നാളെ ഹാജരാക്കപ്പെടും. ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 5 പ്രവാചകന്മാരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം. ഇതാണ് ഏറ്റവും ടോപ്പ് കാറ്റഗറിയുള്ള 5 നബിമാര്.
അതിൽ നിങ്ങൾ ആലോചിച്ച് നൂഹ് നബിക്ക് എന്താ ഉള്ളത്? നൂഹ് നബിക്ക് എത്ര ആൾക്കാരുണ്ട് വരാൻ? വിരലെണ്ണുന്ന ആളുകൾ മാത്രമാണ്. 900 ചില്ലാനം കൊല്ലം പ്രബോധനം നടത്തിയിട്ട് ഒരു 10 ആളെയും കൂടി കിട്ടിയില്ല എന്ന് പറയുമ്പം വല്ല കോർപ്പറേറ്റ് കമ്പനിക്കാണ് നൂഹ് നബിനെ പിരിച്ചു വിട്ടുണ്ടാവും, പെരി കുത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അള്ള എണ്ണിയത് ഉലുൽ അസ്മിലാണ് എണ്ണിയത്, ഏറ്റവും ടോപ്പ് കാറ്റഗറിയിൽ. അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ പണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചോളൂ, ഈ MBBS ചേർന്നപ്പം നമ്മൾ ഈ മലയാളം മീഡിയത്തിൽ നിന്ന് അങ്ങോട്ട് പോയതാണല്ലോ. അപ്പോൾ അവിടെ അങ്ങനെയല്ല, പല ഇംഗ്ലീഷ് മീഡിയം വലിയ വലിയ കുട്ടികളൊക്കെ ഉണ്ടാകുക. അപ്പോൾ എങ്ങനെ പഠിച്ചാലും നമുക്ക് ആയി കിട്ടില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഓലൊക്കെ സ്റ്റൈൽ എങ്ങനെ വെച്ചാൽ പരീക്ഷൻ്റെ തലേന്ന് സിനിമക്ക് പോവുക, ക്രിക്കറ്റ് എടുക്കുക, എന്നിട്ട് പിറ്റേന്ന് പരീക്ഷ. നമ്മൾ തല കുത്തിന്നാലും നമുക്കിത് പഠിച്ചാൽ മനസ്സിലാവില്ല, തീരുവില്ല. എന്നിട്ട് മാർക്ക് വരുമ്പം ഓൽക്ക് തോനെ മാർക്ക്, TV കണ്ടോൽക്കും സിനിമക്കോ ഓൽക്കൊക്കെ മാർക്ക്. തല കുത്തിന്ന് പഠിച്ച നമുക്കൊരു മാർക്കില്ല. അപ്പോൾ നിങ്ങൾ പടച്ചോൻ്റെ പ്രതിഫലം അങ്ങനല്ല. പടച്ചോൻ്റെ പ്രതിഫലം മാർക്ക് ഇട്ടിനല്ല, എഫർട്ട് എടുത്തിനാണ്. ആരാണ് മെനക്കെട്ടത്, ആരാണ് നല്ല നിയത്തോടു കൂടി പരിശ്രമിച്ചത് എന്നുള്ളതാണ് ആകെ നോക്കുക. നമ്മൾ എത്ര ആളവിടെ വിളിച്ചിട്ട് എത്ര ആൾ വന്നു എന്നല്ല, നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ അങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ചോ, നിങ്ങൾ അങ്ങനെ ഒരു ദഅവത്ത് നടത്തിയോ എന്ന് മാത്രമേ ഉള്ളൂ. ആ നടത്തിയതിന് റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മളോട് പരിശ്രമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞെടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് മാറ്റമുണ്ടാക്കേണ്ടതൊക്കെ പടച്ചോന്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഒരു പേടിയും പേടിച്ചണ്ട. നമ്മളെ നിയത്തിൽ കറക്റ്റാണോ, നമ്മളെ സമയത്തിനും സാഹചര്യത്തിനും നമ്മളെ റിസോഴ്സിനനുസരിച്ച് നമ്മൾ മെനക്കെട്ടുണ്ടോ, പടച്ചോൻ തന്ന ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ എഫർട്ട് എടുത്തിട്ടുണ്ടോ, നിങ്ങൾ യാതൊരു പേടിയും പേടിച്ചണ്ട. ബാക്കി പടച്ചോൻ്റെ അടുത്ത് അല്ലല്ല. നിങ്ങൾ ചോദിക്കി, ഇവിടെ പടച്ചോന് ഇത്രയും വലിയ ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ എങ്ങനെ വളരെ വളരെ സുന്ദരമായി പ്രതിപാദിച്ചിട്ട് അതൊരു മഴയോണ്, അത് കർഷകനെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കൃഷി പോലെ ആ വിളവുകളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് വളർന്നു വന്നു. എന്നിട്ട് അതിൻ്റെ വിളവെടുപ്പിനെ കുറിച്ച് അള്ള മുണ്ടിയതന്നല്ല, പിന്നെ എന്താ പറയുക, അതൊക്കെയാണ് വൈക്കോലായി ഉണങ്ങി തുരുമ്പായാണ് പോയി നടന്നത്. അതുകൊണ്ട് സഹോദര, ഈ ദുനിയാവ് അങ്ങനെയാണ്. ഈ ദുനിയാവ് ഒരു വഞ്ചനാചരക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്ന് സഹോദരങ്ങൾ, ദുനിയാവ് വേണ്ടെന്നല്ല പറയണം, ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ആഖിറം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാന്നാണ് അല്ലേ. നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ ആകണം എന്നാണ് നബി പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ ശരിയാക്കാൻ പോയിട്ട്, ഒരു തിരുവനന്തപുരത്തേക്ക് പോയിട്ട് അല്ലേ, അവിടെ ഒരു പേപ്പർ ശരിയാക്കാൻ ചെന്ന് സെക്രട്ടേറിയറ്റ് ചെന്ന്, അപ്പോൾ അന്ന് ചെന്നപ്പോൾ ശരിയായില്ല, നാളെ ക്ലർക്കില്ല, നാളെ വരുള്ളൂ, നിങ്ങൾ നാളെ വന്നോളി എന്ന് പറയുമ്പം നമ്മളതിൻ്റെ താഴത്ത് പോയിട്ട് അവിടെ ചെറിയ പൈസക്ക് റൂം ഇട്ടു, അല്ലെങ്കിൽ മുസാഫർ ഖാനിയിലൊക്കെ എന്ത് ചെയ്യും, ചെറിയ പൈസക്ക് റൂം ഇട്ടു. നമുക്ക് എന്തേ ആകെ നോക്കുള്ളൂ, ഒന്ന് ഉറങ്ങാൻ പറ്റും, പിന്നെ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് 100 റുപ്യക്കാണെങ്കിൽ 100 റുപ്യക്ക് നമ്മൾ കിട്ടും. കഴിഞ്ഞാൽ കുറച്ച് അധികം കൊടുക്കേണ്ടെന്നാൽ അത് കൊടുക്കും. അതേ നമ്മൾ നോക്കുള്ളൂ അല്ലേ. കക്കൂസ് വലിയ വൃത്തി ഉണ്ടോ നോക്കും, അതല്ലാതെ കടക്കണ സ്ഥലത്ത് ബെഡ് ഉണ്ടോ, അവിടെ ഭയങ്കര അലങ്കാരം ഉണ്ടോ, ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ആരെങ്കിലും കൊണ്ട് വല്ല ലൈറ്റ് തൂക്കുകയൊക്കെ ചെയ്യലുണ്ടോ, ഇല്ലല്ലോ. കാരണം എന്താ, നമ്മളിവിടുന്ന് നാളെ പോവും. ഇത് നമ്മൾ അങ്ങനെ നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു വഴിയിൽ ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കുമ്പം ആ ചായ കുടിക്കുന്ന സ്ഥലത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, ഇല്ലല്ലോ. അതേപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളത് ഒരിക്കലും അതിൽ വഞ്ചിതരായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. കാരണം ഇത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നിങ്ങൾ ദുനിയാവ് ഒരു വഞ്ചനാചരക്കാണ്. നിങ്ങളെല്ലാവരും ജീവിതം എടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഫേമസ് ആയ ആൾക്കാരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ആരൊക്കെ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ ദുനിയാവിനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ സഹോദരങ്ങളെ, അതൊക്കെ അല്ല എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തുണ്ടാവും, കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം മനസ്സിലാക്കാതെ ജീവിച്ചു പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. നിങ്ങൾ ആലോചിച്ച്, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പോലും അറിയാതെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോണ ഒരവസ്ഥ എന്താണ് അല്ലേ. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ മനസ്സിലാണ് മാറ്റി വരും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെന്നൊരു പേപ്പർ ശരിയാക്കാൻ ചെന്നിട്ട്, നമ്മൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ പേപ്പർ ശരിയാക്കാൻ ചെന്നിട്ട് നമ്മൾ അവരങ്ങനെ വഴി നടന്നുകൊണ്ട് ആ പേപ്പർ ശരിയാക്കാതെ അങ്ങോട്ട് പോന്നാൽ എത്ര പൊട്ടത്തരമാണ്, എത്ര മണ്ടത്തരമാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തൊരു ടൈമിലായിട്ട് ചെയ്യേണ്ടത്, ഒരു 48 മണിക്കൂറിൽ ശരിയാക്കേണ്ട ഒരു പേപ്പറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പൊട്ടത്തരമാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാണ്ടല്ലോ. അതിനേക്കാൾ സഹോദരങ്ങളെ, ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. ഒരു സപ്ലി ചെയ്താനോ രണ്ടാമത് തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും ഈ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനോ ഒരു സേവ് ഓപ്ഷൻ ഇല്ലാത്ത ഒരു ലോക്കിലാണ് നമ്മൾ ചെന്നപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഖബർ എന്ന് പറയുമ്പം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുന്നതാണ്. ഖബറിനെ പറ്റി കേൾക്കുമ്പോൾ കരയും. താടി രോമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുനീര് ഉറ്റുറ്റി വീഴും.
എന്തുകൊണ്ട് സഹാബത്ത് ചോദിക്കാണ്, നരകശിക്ഷയെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നരകത്തെ പറ്റി പറയുമ്പോഴും നരകശിക്ഷയെ പറ്റി പറയുമ്പോഴും ഇല്ലാത്ത ഒരു കരച്ചിൽ എന്താണ് ഉസ്മാൻ താങ്കൾക്ക് ഖബർ കാണുമ്പോഴും ഖബറിനെ പറ്റി കേൾക്കുമ്പോഴും എന്ന് പറഞ്ഞപ്പം ഉസ്മാൻ അള്ളാഹുവിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നതാണ്, ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തെ ആദ്യത്തെ വീടാണെന്നാണ്. ആദ്യത്തെ വീടാണ്. അവിടെ ആരെങ്കിലും അവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ, അവിടെ ആർക്കെങ്കിലും എളുപ്പമായാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പീകാരം, അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പീകാരം. അവിടെ ആരെങ്കിലും ലോക്കായാൽ അവിടുന്ന് അങ്ങോട്ട് കട്ടപ്പോകീകാരം, കട്ടപ്പോക. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ തന്നെ പറയാം, അത്രയും കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് ഖബറിൽ ലോക്കായിരിക്കുന്ന ഒരു അവസ്ഥനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. ഒന്നും ചെയ്യാനല്ല, എന്താ വരാനുള്ളത് നല്ല ധാരണയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഇനി സംഭവിക്കാൻ പോണ് എന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ടായിട്ട് ഒന്നും ചെയ്യാനും പറ്റാതെ ഒരു ദീർഘകാലം ഇങ്ങനെ അതിൽ ലോക്കായി കിടക്കാൻ പറഞ്ഞാൽ അത് അതിലും വലിയൊരു വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ നബി പറയാണ്, ഈ ഖബറാളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ സഹാബത്തെ എന്ന് സഹാബത്തിനോട് നബി ചോദിക്കാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരാണ്, താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ്. നബിനെ കാണാത്ത ഒരു സമൂഹത്തോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഞങ്ങളുടെ പ്രവാചകൻ ഒരു പുതിയ ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പം ഞങ്ങളോട് ചോദിച്ചു, എന്ത് ഈ ഖബറാളി ഇപ്പോൾ ആലോചിക്കണം എന്താ നിങ്ങൾക്ക് അറിയോന്ന്. എന്താണ് ആ ഖബറാളി? ഈ ദുനിയാവിൽ ബാക്കിയുള്ളതിൽ ഏറ്റവും ഹൈറ് എന്താണ്? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയമാണ് എന്ന് ഈ ഖബറാളി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് മനസ്സിലായി ദുനിയാവിൽ ഏറ്റവും വലുത് എന്താണ്? എറണാകുളം MG റോട്ടിൽ 10 സെന്റ് സ്ഥലമല്ല. എറണാകുളം MG റോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ ചങ്കുവെട്ടി വലിയൊരു പമ്പ് ഉണ്ട് അവിടെ, പെട്രോൾ പമ്പ്. അതിനെന്ത് വലിയ വില, നമ്മൾ 1 സെന്റിന് കേട്ട വില കേട്ടാൽ തന്നെ ഞെട്ടും. 1 സെന്റിന്റെ വില, അത്ര വലിയ സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് ഞാൻ അങ്ങനെ അത് കേട്ടിട്ട് ഒരു ഹദീസ് ഉണ്ട്, എന്തറിയോ? ഞാനൊരു ഹദീസ് ഉണ്ട്, ലോകം മുഴുവനും നിങ്ങൾ തൂക്കിയാലും അതിൻ്റെ തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ചാലും മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുന്നതാണ്. അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോഴാണ് അതിപ്പോൾ മനസ്സിലാക്കാൻ നല്ല എന്താ വെച്ചാൽ മനസ്സിലാക്കാൻ നല്ല ഇപ്പം ഈ ദുനിയാവിൻ്റെ മുഴുവൻ സ്ഥലത്തിനൊരു വില കാണുകയാണ്. അതായത് ഇപ്പം വെട്ടത്തൂരങ്ങാടിക്ക് ഇത്ര സെൻറ്റ് സ്ഥലം ഉണ്ടാവും, ഇത്ര വില ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ലോകത്തിന് മൊത്തം ഒരു വില ഇട്ടേക്ക് ഒരു ചെക്കിലുണ്ട് ഇരിക്കണതാണ്. എന്നിട്ട് ആ ചെക്ക് ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും വെക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം കൂടും. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ അയച്ചു നോക്കി, അതാണ് ഏറ്റവും ഹൈർ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അത് തിരിച്ചറിവുണ്ടാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അല്ലേ, അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതാണ് സഹാബത്തിനെ പഠിപ്പിച്ചത് അല്ലേ. ലൻ തനാലുൽ ബിർറ എന്ന ആയത്തിറങ്ങാണ്. ആ ആയത്തിറങ്ങുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാകൂല എന്നാണ്. നിങ്ങൾക്ക് പുണ്യം നേടാനാ ആ ആയത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്നും ആലോചിക്കണില്ല. നമ്മളൊക്കെ എന്താ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് പറഞ്ഞാൽ തന്നെ, മീറ്റിങ്ങിൽ പറഞ്ഞാൽ തന്നെ പെരി പോയിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ പെണ്ണുങ്ങളോട് ഒന്നുകൂടി ചോദിച്ചു നോക്കും. ആ പെണ്ണുങ്ങൾ വേണ്ടാന്ന് പറയണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി ചോദിക്കും, നിങ്ങൾ പോയി കൊടുക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയും. നിങ്ങൾ വെറുതെ നിങ്ങൾ കുട്ടികളിലെ 4 പെൺകുട്ടികളിലെ കെട്ടിച്ചണ്ടേ, നിങ്ങളെല്ലാം കൂടെ കൊടുത്തു വെച്ചിട്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മളൊന്നുകൂടി നമ്മൾ എന്ത് സാധനം നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമോ 2-3 വട്ടം ആലോചിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഇതങ്ങനല്ല, ഇത് ആയത്തിങ്ങോട്ട് ഇറങ്ങുമ്പോൾ കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ഇതാണ് ഹൈറ്. നാളെ ആ ഖബറിൽ ലോക്കായിട്ടിരിക്കുമ്പം ആ ഖബറിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് അനുസരിച്ച് ഒരു ഖബറാളിപ്പാൽ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്താ? നിങ്ങൾ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ, അദ്ദേഹത്തിന് ഇനി ബാക്കി ആയുസില്ല, ഖബറിൽ കിടക്കണ ആക്കി ഇനി ആയുസില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയമാണ് എന്ന് ആ ഖബറാളി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്. തിരിച്ചറിഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? നമ്മക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരുന്നത്, നമുക്ക് താബികള് പറഞ്ഞത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഇത് ലോക്കാന്ന് മരിക്കാന്ന് മാത്രമല്ല, ഒരു സ്ട്രോക്ക് വന്ന് കിടന്നാ കഴിഞ്ഞില്ലേ സഹോദരങ്ങൾ? ഒരു സ്ട്രോക്ക് വന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി പള്ളിയിലേക്ക് പോയിരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം അല്ലേ. നിങ്ങൾ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണോ, നിങ്ങൾക്ക് സമാധാനിക്കാം. കാരണം നിങ്ങൾക്ക് ഈ രോഗം മൂലമോ യാത്ര മൂലമോ നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും അമലുകൾ ചെയ്യാൻ പറ്റാതായാൽ അതിന് തുല്യമായ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് ഓഫറായിട്ട് തന്നിട്ടുണ്ട്. ഓഫറാണത്. പക്ഷേ അതങ്ങനെ നല്ല കാലത്ത് അങ്ങനെ ചെയ്തോൽക്കേ ആ ഓഫർ ഉള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്ന് ലോക്കായി കിടന്നാൽ ഇതൊക്കെ നിൽക്കും. അതുകൊണ്ട് ഇതിനൊക്കെ പറ്റിയ ഒരു സമയത്തിലൂടെയും സാഹചര്യത്തിലൂടെയുമാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതന്നെയാണ് ജീവിതത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്.
ഇതാണ് ജീവിതത്തിലെ പരീക്ഷണം. ഈ ജീവിതം പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് അല്ലേ, അതെന്താണ് സഹോദരങ്ങളെ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അതുള്ളൂ. ഏത് നമ്മൾ വാക്കാകട്ടെ പ്രവർത്തനമാകട്ടെ, നമ്മളിപ്പോ ഒരു കൈ കൊണ്ട് ഈ മൊബൈലൊന്ന് തോണ്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് എഴുതുമ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ എന്തിനു പറയാൻ വേണ്ടി നമ്മൾ നാവ് വായ തുറക്കുമ്പോൾ സഹോദരങ്ങളെ ഒന്നുകിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ അല്ലെങ്കിൽ നന്ദി കേടായിരിക്കും. ഈ രണ്ടിനല്ലാതെ നമ്മൾ വായ തുറക്കൂല. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ബോധം, അത് എഴുത്തോ വായനയോ പ്രവൃത്തി എന്തുമാകട്ടെ, അത് നാളെ എനിക്കെതിരെ വരുമോ എനിക്ക് അനുകൂലമായിട്ട് വരുമോ സഹോദരങ്ങളെ? അത് അള്ളാഹുവിന്റെ കോപമാണോ വരുത്തുക, അള്ളാഹുവിന്റെ ഇഷ്ടമാണോ വരുത്തുക? ഈ രണ്ട് ഓപ്ഷനെ ഒരു വിശ്വാസിക്കുള്ളൂ. അതുകൊണ്ട് അതിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ഏതായിരിക്കും? അള്ളാഹു അക്ബർ. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നി അള്ളാഹു അക്ബർ എന്നായിരിക്കും. കാരണം ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര വട്ടം അള്ളാഹു അക്ബർ, അതിന്റെ ജവാബ് പറയുമ്പം അള്ളാഹു അക്ബർ, ആ ഇഖാമത്തിൽ ചില ആൾക്കാർ ജവാബ് പറയും, അപ്പോൾ അത്ര അള്ളാഹു അക്ബർ വീണ്ടും വരും. പിന്നെ നിസ്കാരത്തിൽ ഓരോ അള്ളാഹു അക്ബർ, നിസ്കാരം കഴിഞ്ഞാൽ 33 വട്ടം അള്ളാഹു അക്ബർ, പിന്നെ വീണ്ടും സുന്നത്ത് നിസ്കാരം, പിന്നെ അടുത്ത ബാങ്ക്, അടുത്ത ഇഖാമത്ത്, അടുത്ത 33, അടുത്ത സുന്നത്ത്, മുമ്പ് സുന്നത്ത്, ശേഷം സുന്നത്ത്, കടക്കാൻ നേരത്ത് വീണ്ടും 34 അള്ളാഹു അക്ബർ. അത്ര തവണ നമ്മൾ അള്ളാഹു അക്ബർ പറയുന്നുണ്ട്. ആ ഒരു അള്ളാഹു അക്ബറെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞൊരു അള്ളാഹു അക്ബർ ആണെങ്കിൽ നമ്മളെ ജീവിതം എത്ര മാറിയുണ്ടാവും. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? അള്ളാഹു വലിയവനാണെന്നുള്ള വലിപ്പമാണ് അതിന്റെ അളമത്ത് മാത്രമാണോ? അല്ല സഹോദരങ്ങളെ. അള്ളാഹു അക്ബർ എന്റെ ജീവിതത്തിലെ നിലപാടുണ്ട്. അള്ളി റസൂലാണ് എനിക്ക് വലുത്. അള്ളാഹു എന്ത് പറഞ്ഞോ എന്റെ ജീവിതം എന്താണ്? എന്റെ ജീവിതം അള്ളാഹുവിനുള്ളതാണ് അല്ലേ? എന്റെ ജീവിതവും എന്റെ മരണവും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്നാണ്. അതെന്റെ ജീവിതത്തിന്റെ നിലപാടാണ്. എന്റെ വസ്ത്രധാരണം, എന്റെ സംസാരം, എന്റെ ക്രയവിക്രയങ്ങൾ, എന്റെ പെരുമാറ്റം, എന്റെ മുഴുവൻ ഡീലിങ്സും അത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പോലെയാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ് അല്ലേ? ഇമാം ഹസനുൽ ബസ്രി ആയത്തിനെ പറ്റി പറഞ്ഞെന്തോ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞോൾക്കുള്ള ചലഞ്ചാണ് ആയത്ത് എന്നാണ്. ചലഞ്ചാണ്, ബിരിയാണി ചലഞ്ച് മാത്രമല്ല, ആയത്തും ചലഞ്ച് ഉണ്ട് ജീവിതത്തിൽ അല്ലേ? കുറെ ആൾക്കാർ പറയും പടച്ചോന് ഇഷ്ടമാണ്, ഫേസ്ബുക്കിൽ എഴുതി വെക്കും, പെരീച്ച് എന്ന സ്റ്റിക്കർ ഒട്ടിക്കും, ഐ ലവ് കാറിൽ തൂക്കിയിട്ടുണ്ടാവും ഐ ലവ് അള്ളാഹ് എന്നൊക്കെ. സഹോദരങ്ങളെ, വെറുതെ എഴുതിച്ചിട്ട് കാര്യമല്ല. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന. അതിന് നമ്മൾ ജീവിതത്തിൽ എത്ര വില കൊടുത്തിട്ടുണ്ടെന്നാണ്. എൻ്റെ ജീവിതം അല്ലേ? ആളുകൾ വീട് വെക്കുമ്പോൾ റോഡിന്റെ വക്കത്താണ് സഹോദരങ്ങളെ, എല്ലാം ശരിയാണ്. പക്ഷേ 5 നേരം പോയിട്ട് ബിദ്അത്തിനകത്ത് ഒരു നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയ വീടിന്റെ പള്ളിന്റെ അടുത്താണോ സഹോദരങ്ങളെ നമ്മളെ വീട്? അങ്ങനത്തെ ഒരു പള്ളി, അതിൽ എൻ്റെ കുട്ടികൾ ആ പള്ളിയിൽ വരണം, എൻ്റെ കുട്ടികൾ ആ പള്ളിയിൽ പോകണം, എനിക്ക് 5 വക്ത് അങ്ങനത്തെ ഒരു പള്ളിയിൽ പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? സാധനം മരിച്ചു ചെന്ന സഹോദരങ്ങളെ എന്താണ് ചോദിക്കുക? എന്തിനാണ് പിന്നെ പ്രസക്തി ഉള്ളത്? ഈ ദുനിയാവിലെ അക്കൗണ്ടിന്റെ ബാലൻസിനോ പ്രോപ്പർട്ടികൾക്കോ ഒന്നും ഒരു വില ഉണ്ടാവില്ല. ഈ പ്രവാചകന് മുർസലീങ്ങൾക്ക് എന്തുത്തരമാണ് ജീവിതം കൊണ്ട് നൽകിയത് എന്നാണ് അല്ലേ? നിങ്ങളാഴ്ച ഒരു കൂട്ടുപ്രാർത്ഥന എല്ലാ ബിദ്അത്തും നടത്തുന്ന ഒരു പള്ളിയിൽ എങ്ങനെ സഹോദരങ്ങൾ അതിൽ പോയി നിസ്കരിക്കാം? എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഇമാമിന്റെ കീഴിൽ അള്ളല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഇമാമിന്റെ പിന്നിൽ എങ്ങനെ നിസ്കരിക്കും? അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയില്ലാത്ത കാര്യങ്ങൾ അല്ലെ? മരിച്ചാൽ പോലും എന്താണ് ഖബറിന്റെ അടുത്ത് വന്ന് ചൊല്ലിക്കൊടുക്കുക. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് നല്ലതല്ലേ എന്ന സഹോദരങ്ങളെ? നല്ലതല്ലേ എന്നറിയുന്നതല്ലേ ആ സഹാബത്തും പ്രവാചകനൊക്കെ? ആ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് ആയത്ത് വഹിയിറങ്ങാണ്. മതത്തെ പൂർത്തിയാക്കിയാണ്. ആ മതത്തിലേക്ക് ഇനി ഒന്നും ചേർക്കാനല്ല, ആ മതത്തിലൊന്നും കൂട്ടാനല്ല. ആളുകൾക്ക് തോന്നിയ പോലെ ഇവിടെ ദീനാക്കാൻ പറ്റൂല. എന്താണോ അള്ളാഹു വഹിയിറക്കിയത് അതാണ് ദീന്. ദീൻ എന്നത് സമാവിയാണ്. ആകാശലോകത്തിൽ നിന്ന് വഹി വന്ന കാര്യമാണ്. അത് നമുക്ക് തോന്നിയ പോലെ മാറ്റാൻ പറ്റൂല അല്ലേ? മൗനമായിട്ട് പോണെന്നാണ്. ഒരു സഹാബി പോലും എന്ത് ചെയ്തിട്ടില്ല. അങ്ങനെ മയ്യത്ത് കൊണ്ടപ്പം എന്തെങ്കിലും ദിക്ർ ചൊല്ലിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കൂല. അതുകൊണ്ട് എന്താണോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനത്തെ നമ്മൾ മരിച്ചിട്ട് നമ്മളെ ഖബറിന്റെ മേലെ വന്നിട്ട് അങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞത് അല്ലെ? നമ്മളെ ഖബർ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അത്തരത്തിലുള്ള ദുരാചാരങ്ങൾ നബി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ. ആ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആളുകൾ വരുമ്പോൾ മാറിപ്പോകാൻ പറയുന്നതാണ്. മാറിപ്പോകാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ നബി നമ്മൾ നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളോട് എന്നാണ് മാറിപ്പോകാൻ പറയും. കാരണം എനിക്ക് ശേഷം എൻ്റെ ഈ മതത്തിൽ ഞാൻ പഠിപ്പിക്കാത്തത് കൊണ്ടുവന്നവരാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടിയകറ്റുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ സഹോദരൻ എത്രത്തോളം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീന് സംരക്ഷിച്ച് അല്ലാഹു അക്ബർ എന്ന് ജീവിതത്തിൽ ഇത്രയും തവണ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ദീനിൻ്റെ കാര്യത്തിൽ സുരക്ഷിതമാക്കേണ്ട ഒരു ഉത്തരവാദിത്യം നമുക്കില്ലേ അല്ലേ? ഒരു വിദഗ്ധത്തില്ലാത്ത ഒരു പള്ളി അല്ലേ, ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുക, അത് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും എല്ലാം കുടുംബമായി പഠിക്കുന്ന ഒരു സാഹചര്യം. എന്തിനാപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി നിൽക്കണം? എന്തുകൊണ്ടാണ്? ഇതിനൊരു എളുപ്പമുണ്ട്, ഒരു സൗകര്യമുണ്ട് അല്ലെ? പിശാച് പിടികൂടില്ല അല്ലെ? എപ്പോഴും ഈമാൻ ഒരേ മാതിരിയാവില്ല. ചിലപ്പോൾ നമ്മളൊന്ന് വീക്കാവും, പക്ഷെ അത് ഒരു എന്താ ഒരു കെട്ടുറപ്പോട് നിന്ന് കഴിഞ്ഞാൽ പരസ്പരം ഓർമ്മപ്പെടുത്താണ്ടാവും അല്ലേ? അതേപോലെ സഹോദരങ്ങൾ, നമ്മളെ പള്ളിയിൽ നിന്ന് വിദഗ്ധത്തില്ലാത്ത അല്ലെ തൗഹീദിന്റെ ഖുർആൻ കൃത്യമായിട്ട് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിച്ചത്, അതെങ്ങനെയാണോ സഹാബത്തിനെ പഠിപ്പിച്ചത്, അതേപോലെ പള്ളിപ്പുള്ളി മാറ്റമില്ലാതെ അതേ മൻഹജിലൂടെ ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഖുർആൻ ക്ലാസ്. എല്ലാവരും തെളിവ് ഖുർആനാണ്. അതാണ് ആരോട് ചോദിച്ചാലും ഈ പറയുന്ന എല്ലാ കക്ഷികളുടെയും തെളിവ് ഖുർആനും ഹദീസുമാണ്. അപ്പൊ എന്താ പിന്നെ വ്യത്യാസം അതാണ്. ആ ആയത്ത് എപ്പോൾ, എങ്ങനെ, ആർക്ക്, ഏത് വിഷയത്തിൽ ഇറങ്ങി, ആ ആയത്ത് എങ്ങനെയാണ് പ്രവാചകൻ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് ആ ആയത്ത് കൊണ്ട് അമൽ ചെയ്തത്, എങ്ങനെയാണ് അത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, സഹാബത്ത് എങ്ങനെയാണ് അത് താബിയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അവരെങ്ങനെയാണ് അടുത്ത തലമുറക്കത് പഠിപ്പിച്ചു കൊടുത്തത്, അവരെങ്ങനെയാണ് ആയത്തിനെ വ്യാഖ്യാനിച്ചത്, അവരെ ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്. അതാണ് മൻഹജ് എന്ന് പറഞ്ഞാൽ. അത് കൃത്യമായിട്ട് അറിയാന്നുള്ളത് അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി സഹോദരങ്ങളെ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിപ്പിക്കാനുമാണ് നമ്മൾ ഈ സംഘടന എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ വോട്ടുണ്ടാക്കാനോ, നിങ്ങൾ പഞ്ചായത്തിൽ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും ഇയാൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് എന്ന് പറയാം നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ല സംഘടന എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ദീന് കൃത്യമായിട്ട് ഈ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് ദൈവത്തിന് നടത്താനുള്ള ഒരു സൗകര്യമുണ്ട്. അത് ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിലൊരു സൗകര്യമുണ്ട് സഹോദരങ്ങളെ. അതിനാണ് സംഘടന. അല്ലാതെ ഒരു സംഘടനാ സങ്കുചിതത്വത്തിന് വേണ്ടിയല്ല നമ്മളിവിടെ സംഘടന ഉണ്ടാക്കണം, യൂണിറ്റ് ഇടുന്നതൊക്കെ. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ അതിൽ ഭാഗവാക്കാവുമ്പോൾ സഹോദരങ്ങളെ ഈ ആശയം ഈ കൃത്യമായിട്ട് ആദർശം നമുക്ക് കുറേ ആളുകൾക്ക് എത്തിക്കാൻ പറ്റും. അല്ലാച്ചക്ക് അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞെന്ന് പറയുമ്പോൾ അത് വെറും ഒരു കരച്ചിലല്ല, ഒരു കരച്ചിൽ നിൽക്കുക. നമ്മൾ വെറുതെ ഇങ്ങനെ ചില സ്ത്രീകളൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ നുളൊഴിച്ചു. അതെന്താ വെച്ചാൽ അത് അങ്ങനെ നുളൊഴിച്ച് ശീലമായതാണ്. അതിനേക്കാൾ അപ്പുറത്ത് അത് ഹൃദയത്തെ സ്വാധീനിക്കുക എന്നുള്ള അതിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? അത് നമ്മൾ ഹൃദയത്തെ സ്വാധീനിക്കണം. ഈ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് പറയുമ്പോൾ അത് വെറും കരച്ചിലല്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മനസ്സിലാവും. കാരണം മസ്ജിദുൻ നബവിക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പം സഹാബത്തിനെ പള്ളിയിൽ കൊള്ളാതായി. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പം എന്നെക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് ഈ പരിപാടിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി, ഇനിയിപ്പോ ഈ ആൾക്കാരെ കൂടി ഇവിടെ ജുമയ്ക്ക് വന്നാൽ എങ്ങനെ ഇവിടെ ജുമസ്കരിച്ച? അപ്പൊ അതിന്റെ മേലക്കിഞ്ഞ് ഒരു ഫ്ലോർ എടുക്കേണ്ടി വരും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്താണ് മസ്ജിദുൻ നബവിയിൽ സഹാബത്തിനെ കൊള്ളാതായി. പള്ളി വലുതാക്കണം, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം വില കൂടിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു പള്ളി വന്ന് ക്ലിക്കായാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുള്ള സ്ഥലത്തിന് വില കൂടും. അങ്ങനെ സ്ഥലത്തിന് വില കൂടിയ സ്ഥലമാണ്. ആര് വാങ്ങിക്കൊടുക്കുന്നതാണ്? അന്നത്തെ കാലത്തിൽ അന്നത്തെ ആയിരക്കണക്കിന് സ്വർണ്ണ ദീനാറ് വില കൊടുത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിക്ക് വേണ്ടി ആ സ്ഥലം വാങ്ങിക്കൊടുത്തുന്നാണ്. ഇന്നിപ്പോൾ ഈ അവിടെ മഗ്‌രിബ് നിസ്കാരം മദീനത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ആളുകൾ നിസ്കരിച്ച കൂലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖബറിലേക്ക് പോയിട്ടുണ്ടാവും. സഹോദരങ്ങളെ, ഖബറിൽ ഇങ്ങനെ ലോക്കാക്കി കിടക്കുമ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ വേണം. അതിനാണ് ഈ ജീവിതം, അതിനാണ് ഈ ഖുർആൻ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദുനിയാവ് വഞ്ചിക്കുട്ടോ ആ വഞ്ചനയിൽ പെടണ്ടോ, അവിടെ ഔട്ട്ലെറ്റ് ഇട്ടു, ഇവിടെ ഔട്ട്ലെറ്റ് ഇട്ടു. ഒരു പിരിവിന് ചെന്നപ്പോഴോ ഞാൻ നോക്കട്ടെ, പഠിക്കട്ടെ, എന്തിനാണ് പള്ളി, എന്തിനാണ് മദ്രസ അല്ലേ? ആൾക്കാർ പിരിവിന് എന്താ അങ്ങനെയാണ്. പൈസ ഉള്ള ആൾക്കാർ ചെന്നാൽ ചിലപ്പം ചോദിക്കും, എന്തിനാണ് ഇപ്പോൾ ഒരു പള്ളി, വെട്ടത്തൂർ അവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ ഒരു പള്ളിയുണ്ട്, ഏതെങ്കിലും പള്ളി നിസ്കരിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ ചോദിക്കണവരുണ്ടാവും. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും. ഞാൻ ഒരു പിരിവിന് വേണ്ടി ചെന്ന്, അപ്പോൾ എൻ്റെ ആദ്യ പിരിവാണ്. എനിക്ക് അല്ലെങ്കിലേ ഒരാളോട് പൈസ ചോദിച്ചത് ഭയങ്കര മടിയാണ്. കാരണം എൻ്റെ ഒരു കുടുംബക്കാരുണ്ട്, ഓൻ എന്താ ചെയ്യിച്ച, ഓന് ഇതേമാതിരി മടിയാണ്. അപ്പോൾ ഓന് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നുകാണ്ട് റെസീറ്റിലും അബ്ദുൾ റഷീദ് കബീർ ഇങ്ങനെ കുറേ ആൾക്കാരെ പേരിൽ റെസീറ്റ് ആകുമ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചത്, പിരിച്ചാച്ച് മടിയൊക്കെ ഞാൻ തന്നെ എഴുതി കൊടുത്ത് പൈസ എടുത്താണ്. പിന്നെ ആരോട് പിരിച്ചാൽ പോണ്ടല്ലോ, ഓനെ പിരിച്ചാൻ റെസീറ്റ് കൊടുത്താണ് ഓൻ്റെ അടുത്ത്. അപ്പോൾ ഓന് പിരിച്ചാൽ മടിയായിട്ട് ഓൻ കുറേ ആൾക്കാരെ പേര് എഴുതിയാണ് 50-100 എഴുതി റെസീറ്റ് പൈസ ഓൻ കൊടുത്തു, എന്നെ കൊണ്ട് പിരിച്ചാൽ. ചില ആൾക്കാർക്ക് അപ്പോൾ ഇന്നെ ആദ്യമായിട്ട് പിരിവിന് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ആ പിരിവിന് പോയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ 7 മണിക്ക് ഒരു ഇന്നോവ ആയിട്ടാണ് വരുന്നത്. അത് അന്ന് ഇന്നോവ വലിയ വണ്ടിയാണ്, 2007-2008 അപ്പോൾ അന്ന് ഇന്നോവ വലിയ വണ്ടിയാണ്. അപ്പം ഇന്നോവ എന്തിനു വെച്ചോ, അതങ്ങനെയാണ്, പിരിവിൻ്റെ ഒരു ഗുട്ടൻസ് ഉണ്ട്, വലിയ വണ്ടിയിൽ പോയാലേ തോനെ കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇന്നോവ എടുത്തുകൊണ്ട് ഒരു മദ്രസിന് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ചെന്ന് അപ്പോൾ എങ്ങട്ടാ പൊടിച്ചു അങ്ങൊന്നുമില്ല, നമ്മൾ ഈ വലിയ പെരൻ്റെ മുലക്ക് നിർത്തുന്നു. നമുക്കങ്ങനെ എന്നെ ആൾ തോന്നില്ല, ഇവിടെ എല്ലാവരേക്കും നമ്മൾ വാങ്ങും. അങ്ങനെ വലിയൊരു പെര, അവിടെ അങ്ങനെ കണ്ട വലിയ സ്ഥലം ഞാൻ പറയില്ല, വലിയൊരു പെര. അങ്ങനെ അവിടെ ചെന്ന് ബെല്ലടിച്ചു. അങ്ങനെ കുറേ നേരമായിട്ട് ബെല്ലടിച്ചു, ആരും വരുന്നില്ല. അപ്പോൾ നമ്മൾ പോകില്ലായിരുന്നു
അല്ല നോക്കുക കുറച്ചേരോട് നിൽക്കുക, സമയത്തില്ല പോകാൻ പറഞ്ഞു. അപ്പോൾ കണ്ടൊരു ഒരു സ്ത്രീ, ഒരു സർവൻ്റ് അവിടുത്തെ ഒരു ഹിന്ദു സ്ത്രീ ഇങ്ങനെ വന്ന് എന്ത് ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ ഇവിടെ ഉണ്ടോ ചോദിച്ചു. വീട്ടുകാർ അകത്ത ഉള്ളിലാണ്, ഉള്ളിലൊരു വീടുണ്ട്, അത് വലിയത് കൊട്ടാരം പോലത്തെ വീട്, ഉള്ളിലൊരു വീടുണ്ട്, അകത്ത വീട്ടിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് പറയിച്ചു. ആ ഞാൻ പറയാമെന്നാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ത്രീ വന്ന്, അല്ല ഒരു വന്നില്ല ചോദിച്ചു. ഇല്ല വന്നിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചേരം കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ചെറുപ്പക്കാരൻ, നമ്മൾ ഒരു ജീൻസൊക്കെ ടീഷർട്ടൊക്കെ ഇട്ട് ചങ്ങായി, നമ്മൾ കണ്ട ഒരു 10-30 വയസ്സ് മാക്സിമം ഉണ്ടാവും. അപ്പോൾ വിളിച്ചിരുത്തി എന്തിനാ വെച്ചാൽ ഞങ്ങൾ മദ്രസ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഒറ്റ ചോദ്യം ആകെ ചോദിച്ച്, നാട്ടിൽ കുറേ മദ്രസ ഉണ്ടല്ലോ, എന്താ അപ്പം നിങ്ങളൊരു മദ്രസിൻ്റെ പ്രത്യേകത വെച്ചു. അപ്പോൾ ഞങ്ങളെ മദ്രസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളെ മദ്രസ ഞായറാഴ്ച മാത്രം ഉണ്ടാവുള്ളൂ. കുട്ടിനെ നിങ്ങൾ ഏത് സ്കൂൾക്കും വിടാം, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ സ്കൂൾക്ക് വിടാം, അമ്മൻ്റെ സ്കൂൾക്ക് വിടാം, നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം ഏറ്റവും നല്ല ഇവിടെ കിട്ടുന്ന ആ സ്കൂൾക്കൊക്കെ നിങ്ങൾക്ക് കുട്ടികളെ വിടാം. പക്ഷെ ഞായറാഴ്ച കുട്ടിനെ ഞങ്ങളെ കയ്യിൽ തരണം. അതാണ് ഞങ്ങളെ മദ്രസിൻ്റെ പ്രത്യേകത. 5 ലക്ഷത്തിന് ചെക്ക് ചെയ്തിരുന്നത് ആ മദ്രസ എപ്പോഴും നടക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞാൽ എന്താ അറിയോ, അപ്പോൾ നമ്മൾ പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ചോക്കി അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം നമ്മളെ കബർക്ക് വരും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു വെറുതെ കരഞ്ഞതല്ല, പള്ളി നിറഞ്ഞ ആള് കൊള്ളണില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ 1000 സ്വർണ്ണ ദീനാർ കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിക്കൊടുത്തത്. ആ സ്ഥലം വാങ്ങിക്കൊടുത്ത് ഇവിടെ ആലോചിച്ച് നോക്കി. മദീനക്കാർ വരൾച്ചയാണ്, കുടിക്കാൻ വെള്ളമല്ല, ആകെ വെള്ളമുള്ള യഹൂദന്റെ ഒരു കിണറ്റിൽ മാത്രമാണ്. നബി ചോദിക്കാണ് ആരാണ് ആ കിണർ വാങ്ങി ദാനം ചെയ്യാന്ന് വെച്ച്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അന്നും അപ്പോഴും 1000 ദീനാർ കൊടുത്തിട്ട് ആ കിണർ വാങ്ങിയാണ് കൊടുത്തു എന്നാണ്. അതുകൊണ്ട് ദുന്യാവിൽ പദവി കിട്ടുന്ന അതിനർത്ഥമല്ല. കാരണം മരിക്കാൻ സമയത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട് വെള്ളം പോലും കുടിക്കാൻ ശ്രമിക്കാതെ മരിച്ച എന്താണ് വ്യക്തിയാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ മദീനക്കാർക്ക് മുഴുവൻ വെള്ളം കൊടുത്ത ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാന സമയത്ത് ഒരു വെള്ളം വരെ കുടിക്കാൻ സമ്മതിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കി. അങ്ങനത്തെ അപ്പം എന്താണ് അത് കർമ്മങ്ങളായിട്ട് അത് നാളെ നമ്മുടെ ഖബറിലേക്ക് വരണം. അതാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന്. ഇതാണ് പ്രവാചകന്റെ ജീവിതത്തിൽ സഹാബത്ത് മനസ്സിലാക്കിയത്. അതാണ്, അതുകൊണ്ടാണ് മാറ്റം ഉണ്ടായത്. ലോകത്ത് 23 വർഷം കൊണ്ട് തുല്യതയില്ലാത്ത മാറ്റം ഉണ്ടാക്കിയത്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ആ ആഖിറത്താണ്. വൽ ആഖിറത്തു ഖൈറും വഅബ്ക. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുനാണ്, എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തു നമ്മൾ സബ്ബീസ്മ ഓതുമ്പോൾ വൽ ആഖിറത്തു ഖൈറും വഅബ്ക, ആഖിറത്താണ് ഖൈറായിട്ടുള്ളതും എന്നെന്നും ബാക്കിയാകുന്നതും എന്ന് നമ്മൾ നിരന്തരം ഓതിയിട്ട് സഹോദരങ്ങളെ, അത് നമ്മളെ മനസ്സിക്ക് പ്രവർത്തനമായിട്ട് വരേണ്ടതുണ്ട്. അത് ആ ഓത്തിൽ നിൽക്കാൻ പാടില്ല, അത് അമലായിട്ട് വരണം അല്ലേ, പൈസ ചോദിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ നിൽക്കണതിൻ്റെ കാരണം അതാണ് അല്ലേ. നമ്മളെ ഖബറിലേക്ക് ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പം അതിന് നല്ല ഇഫക്റ്റ് ഉണ്ടാവും, അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മളെ ഖബറിലേക്ക് നാളെ വരുന്ന അമലായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അപ്പം ആ ഒരു ബോധം. പിന്നെ നമ്മൾ ഈ ബിദ്അത്തില്ലാതെ ജീവിക്കുക, ആകെ ബിദ്അത്തും എന്താണ് ഷിർക്കും ബിദ്അത്തും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ഈ അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിന്റെ പൂർത്തീകരണതാണ്. ഇത്രേ തവണ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷിർക്കും ബിദ്അത്തും ഇല്ലാതെ നമുക്ക് അതിനൊന്ന് നമ്മൾ ഷിർക്കും ബിദ്അത്തും എന്താന്ന് അറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നിങ്ങൾ അറിയണം എന്നാണ്. അറിഞ്ഞിട്ടാണ് നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ വെറുതെ ആരാധിക്കണ്ട. അല്ലാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇത്രയും വലിയ സൃഷ്ടികർത്താവായ, ഇത്രയും വലിയൊരു സൃഷ്ടിപ്പ് നടത്തിയ പടച്ചോൻ. ഓരോ കോശങ്ങളും നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മനുഷ്യങ്ങനെ അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏറ്റവും വലിയ മൈക്രോസ്കോപ്പ് ഇപ്പം നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. അതിലൂടെ നമ്മളൊരു കോശത്തെ പഠിക്കുമ്പം എന്തൊക്കെയോ നമ്മൾ പഠിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ്. നിങ്ങളൊരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ വലിയൊരു മൈക്രോസ്കോപ്പ് വരുമ്പോൾ ഇപ്പം നമ്മൾ ആറ്റം, പ്രോട്ടോണും പോസിട്രോണും ഇലക്ട്രോണും എന്നൊക്കെ പറഞ്ഞു, ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞു, ഇനി കോർക്ക്, ആൻറ്റി കോർക്ക്, ഇനി അതിൻ്റെ ചെറിയ സാധനം നമ്മൾ കാണാനും അനുഭവിക്കാനും തുടങ്ങുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ വീണ്ടും നമ്മൾ ഇനി കൂടുതൽ മനസ്സിലാക്കാൻ പോകണുള്ളൂ. അങ്ങനെ അത്രയും വലിയ ഒരു സൃഷ്ടാവ് ഇത്രയും വലിയൊരു സൃഷ്ടിപ്പ് നടത്തിയിട്ട് ഈ ജീവിതമൊക്കെ വെറുതെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാ പടച്ചു ചോദിക്കുന്നത്. നിങ്ങളൊക്കെ വെറുതെ കണ്ട് പടച്ചു വിട്ടതാണ്, ഈ ജീവിതത്തിന് ഒരു ഉദ്ദേശമില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. ഈ അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുക, ഷിർക്ക് ബിദ്അത്തില്ലാതെ ജീവിക്കുക. അതിന് നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള അറിവുണ്ടാക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞേ, ഞാൻ ആൾക്കാർ എല്ലൊക്കെ പൊട്ടിങ്ങോട്ട് വരുമ്പോൾ ഈ ഷിർക്കിന്റെ വാക്കാണ് പറയണത്. ബദരീങ്ങളെ കാക്കണേ, മമ്പ്രത്വങ്ങളെ കാക്കണേ. ഇത് ആലോചിക്ക്, അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ദീനാണ് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ലതാണ്. അള്ളാന്റെ കൂട്ടക്കാരാണെന്നാ പറയാം. ഈ ആൾക്കാരൊക്കെ ബില്ല് എന്താ പറയാ, നിങ്ങൾ അള്ളാന്റെ കൂട്ടക്കാരെന്നാ പറയാം. അള്ളാന്റെ കൂട്ടക്കാരാണ് ഓലൊക്കെ. ഓല ബുൾഷിനി എന്താ കുഴപ്പമെന്നാണ് അല്ലേ. ഈ നാരിയ സ്വലാത്ത് ചെല്ലിയമ്മ എന്താ പറഞ്ഞ നിങ്ങള്, അതൊക്കെ ഖുർആനും അതൊന്നല്ലേന്ന് ചോദിച്ചു അല്ലേ. ഞാൻ പലപ്പോഴും പറഞ്ഞത്, പല സ്ഥലത്ത് പറഞ്ഞ നാരിയ സ്വലാത്ത് ഇത് യാസീനിട്ടെടുത്ത ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ വരച്ചമ്മാക്ക് യാസീനിട്ടെടുത്തപ്പം യാസീൻ കഴിഞ്ഞപ്പം മലക്കൂത്ത് കുല്ലി ചെയ്യും വൈലയി തുറച്ചോന്നാണ് ഓദ്യക്ക് ഉമ്മ ചോദിച്ചാണ്.
അല്ല എൻ്റെ അടുത്ത് നാരിയ സ്വലാത്തുണ്ടോ? യാസീൻ കയ്യാ നിൽക്കുമ്പോൾ ചോദിക്കാം നാരിയ സ്വലാത്തുണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞമ്മ യാസീന് ഖുർആനല്ലത്, അതിനേക്കാൾ വലുതാണോ? അതൊക്കെ ഒന്ന് തന്നെയാണ്. അതാണ് അമ്മ പറഞ്ഞ മറുപടി, ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഒക്കെ ഒന്ന് തന്നെയാണ് സഹോദരങ്ങളെ. അത് ജഹിലാണ്, അറിവില്ലായ്മയാണ്. അങ്ങനത്തെ ഒരു അറിവില്ലായ്മ നമുക്ക് സംഭവിക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നത്, അതിനാണ് നമ്മൾ ശിർക്കും ബിദ്അത്തും പഠിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്താണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സലാത്ത് ഇബ്രാഹിമി സലാത്താണ്. അത് ചെല്ലാനാണ് സഹാബിയരോട് പറഞ്ഞത്. ആ സലാത്താണ് നമ്മൾ ചെല്ലേണ്ടത്. ആരോ പഠിപ്പിച്ച നാരിയ സലാത്തല്ല നമ്മൾ ചെല്ലേണ്ടത്. അത് തെറ്റങ്ങൾ ചെയ്യും. അതൊക്കെ പറഞ്ഞെടുത്തിട്ടും എന്തായാലും കുഴപ്പമെന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ്? അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതാണ് മൻഹജ്. മനസ്സിലായാൽ ഈ മൻഹജ് നമ്മൾ പറഞ്ഞെന്തിനാ? ഇത് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ അല്ലേ? അള്ളാന്റെ റസൂല് സഹാബത്ത് ചോദിക്കണം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലണം അല്ലേ? നിങ്ങൾ സലാത്ത് ചെല്ലണം. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്? പ്രവാചകരെ, ഞങ്ങൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് സലാം ചെല്ലലുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പേരിൽ എങ്ങനെയാണ് സലാത്ത് ചെല്ലല് എന്ന് അള്ളാഹു സലാത്ത് ചെല്ലാൻ വേണ്ടി ആയത്തിറക്കിയപ്പോ സഹാബത്ത് വന്നിട്ട് ചോദിക്കാണ്, എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടതെന്ന്. എങ്ങനെയാണ് സലാത്ത്? അപ്പൊ നബി പഠിപ്പിച്ചെടുത്ത സലാത്താണ് ഇബ്രാഹിമി സലാത്ത്, നമ്മൾ അത്തയ്യാത്തിൽ ഓതുന്ന സലാത്ത്. അത് സഹാബത്തിന് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചെടുത്ത സലാത്താണ്. എന്നിട്ട് അതല്ലാത്ത ഒരു സലാത്ത് നമ്മൾ ചെല്ല, എന്നിട്ട് അതിനെന്താ കുഴപ്പം? അത് ചെല്ലിയാലും പോരെ എന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇബ്രാഹിം സലാത്തിന് നമ്മൾ നൽകിയ വില എന്താണ്? അല്ലെ, അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്തൊരു സലാത്ത് അത് ഇത്ര തവണ ചെല്ലിയാൽ നമ്മളെ പ്രയാസം നീങ്ങും, ബുദ്ധിമുട്ട് മാറും എന്നാര് പഠിപ്പിച്ചു? അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്തത് എങ്ങനെയാണ് സഹോദരങ്ങളെ ദീനാകുക? ദീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയത് ചെയ്യാൻ പറ്റൂല. അത് ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു വഹിയായിട്ട് ഇറക്കണം. ഇബാദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഒരു നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം അല്ലേ? ഇവിടെ ആൾക്കാർ പറയും, എന്ത് നിസ്കാരമാണ്? ഒരു നിസ്കാരം ഉണ്ടല്ലോ, ഒരു രൂപമൊന്നുമില്ലാത്ത ഇങ്ങനെ പറഞ്ഞ തസ്ബീഹ് നിസ്കാരം തന്നെ. അങ്ങനെ തസ്ബീഹ് നിസ്കാരം അള്ളാന്റെ റസൂൽ നിസ്കരിച്ച് കാണിച്ചിട്ടില്ലല്ലോ. അതിന് കൃത്യമായ രൂപം നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യമല്ല. നല്ല വ്യക്തതയുള്ള ദുഹാ നിസ്കാരം, എത്രയെത്ര നിസ്കാരങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് സഹോദരങ്ങളെ ഈ അവ്യക്തതയുള്ള വ്യക്തമായിട്ട് അറിവില്ലാത്ത വിഷയത്തിൽ നമ്മൾ എന്തിനാണ് ഈ അപകടത്തിൽ ചെന്ന് ചാടുന്നത്? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച എത്ര ദിക്റുകളും നിസ്കാരങ്ങളും ദുആകളും ഉണ്ട്, അതെന്നെ പഠിച്ചാലും ചെല്ലിയാലും തീരൂല. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ സംശയത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നത്? അതുകൊണ്ട് വിദ്അത്തിൽ നിന്നും ശിർക്കിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അതില്ലാതെ അത് കൃത്യമായിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് ആ ചര്യകൾ പാലിച്ചുകൊണ്ട്, ആ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് അത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം ജീവിച്ചിട്ട് ആ സഹാബികൾക്ക് കൊടുത്ത താക്കീതാണ് അല്ലേ ബിദ്അത്തിനെ കുറിച്ച്. ബിദ്അത്തില്ലാത്ത ഒരു സമൂഹത്തിൽ ബിദ്അത്തിനെ 23 വർഷം താക്കീത് ചെയ്തു എന്ന് പറയുമ്പം അതിൻ്റെ ഗൗരവം എത്രയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മ എന്നുള്ളത് ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഇതൊക്കെ പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളിലൊക്കെ ഒത്തൊരുമിച്ച് അള്ളാഹുവിൽ പരമേൽപ്പിച്ച് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. അതാണ് പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാരുടെ മാർഗം. അതാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ അത്രയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിൽ അല്ലെ, ഓരോ പ്രതിസന്ധികളിലും നബിക്കിറങ്ങണ ഖുർആന്റെ ആയത്തിൽ നോക്കിയാൽ മതി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സന്ദർഭത്തിൽ നല്ല പ്രയാസമായിരുന്നു അല്ലേ? മക്കയിൽ നിന്ന് മുശ്രിക്കുകൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ബദറും ഉഹുദും ഉണ്ടാകുന്നത് അല്ലേ? അതില് തളർന്നില്ലാതെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവിടെ സംഘടിത ശക്തികൾ, സഖ്യകക്ഷിയുടെ സേനാനൊക്കെ ഇനി നമ്മൾ പറയണമാതിരി സംഘടിത കക്ഷികളാണ്. എല്ലാവരും ഒന്നിച്ച് നബിക്കെതിരെ വന്നു. ജൂതന്മാര് ഉള്ളുന്ന്, മുനാഫികൾ ഉള്ളുന്ന് കുത്താൻ തുടങ്ങി. യഹൂദന്മാര് അല്ലേ? ആരാണ് യഹൂദന്മാര്? അഹ്ലുൽ കിതാബിന്റെ ആളുകൾ, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ ഇറങ്ങിയ ആ സമൂഹം നബിയെ കൊല്ലാൻ ശ്രമിച്ചു. നബിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നബിന്റെ മേലെ ഒരു കല്ല് കൊണ്ടുവച്ചിട്ട് ആ കല്ല് തലയിൽ തള്ളിയിട്ട് കണ്ട് നബിനെ കൊല്ലാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്ത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകി അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞു. ആലോചിച്ച് നബിക്ക് വിഷം കൊടുത്തു. അങ്ങനെ എല്ലാ തരത്തിലും നബിയെ ഉപദ്രവിച്ചപ്പോൾ അപ്പോൾ ഇറങ്ങിയ സൂറത്ത് ആൽ ഇംറാന്റെ 120-ാമത്തെ ആയത്തുണ്ട്, പ്രവാചകരെ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, നിങ്ങൾ തഖ്വ കൈക്കൊള്ളണം, ലാ യദുറുക്കും കൈദുഹും ഷൈഅ, താങ്കളെ അവരുടെ ഒരു തന്ത്രങ്ങളും താങ്കളെ ഒരു ചുക്കും ചെയ്യില്ലെന്നാണ് അല്ലേ? ലാ യദുറുക്കും കൈദുഹും ഷൈഅ എന്നാണ്. ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് കഴിയില്ല പ്രവാചകരെ എന്ന് അള്ളാഹു സമാധാനിപ്പിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവത്താവുമ്പം അതിൽ പല പ്രതിസന്ധികളുണ്ടാവും. ഇത് പ്രവാചകന്മാരുടെ മാർഗമാണ്, എതിർപ്പുണ്ടാവും. പക്ഷേ എന്താ നിങ്ങൾ ഇതിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നതാണ് ഇല്ലേ? വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തും നമ്മളെ പഠിപ്പിക്കുന്നതാണ് അല്ലേ? അൽ കഹ്ഫ് ആണെങ്കിലും എല്ലാം എന്താണ് അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ട് ആ ഗുഹയിൽ അഭയം പ്രാപിച്ച ഗുഹാവാസികളെ, ചെറുപ്പക്കാരെ അല്ലേ? ഭരണാധികാരിയാണ് ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നത്.
അതിൽ നിന്ന് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ച ആ ചെറുപ്പക്കാരെ 309 വർഷം അള്ളാഹു ഉറക്കിയിട്ട് ജീവിപ്പിച്ച കഥ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണം. എന്തിനാണ് സഹോദരങ്ങളെ? അത് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ ബരമേൽപ്പിച്ച അള്ളാഹുവിൽ അചഞ്ചലമായ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളെ അള്ളാഹു കൈവിടുകയില്ല എന്ന് എല്ലാ ആഴ്ചയും നമുക്ക് റിമൈൻഡറാണ് അല്ലേ? സൂറത്തുൽ കഹ്ഫിന്റെ വെറുതെ ആ സൂറത്തുൽ കഹ്ഫ് ഓതിപ്പോണിൻ്റെ ഒപ്പം അതിൽ നമുക്കുള്ള പാഠങ്ങൾ എന്തെന്ന് നമ്മൾ ഒന്നുകൂടി മനസ്സിരുത്തി വായിച്ചുകൊണ്ട് നിങ്ങൾ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ വലിയ ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. ഖുർആന്റെ ഓരോ സൂറത്തും അങ്ങനെയാണ് അല്ലേ? പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, ലോകത്തുള്ള മുഴുവൻ സംസ്കാരങ്ങൾക്കും, ലോകത്തുള്ള മുഴുവൻ സമൂഹങ്ങൾക്കും, മുഴുവൻ നാട്ടുകാർക്കും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏത് ഘട്ടെടുത്താലും അതിൽ പ്രവാചകന്റെ ഏതെങ്കിലും ജീവിതത്തിൽ ഒരു ഘട്ടം അതുമായിട്ട് ബന്ധമുണ്ടാവും. കാരണം ആ പ്രവാചകന്റെ ജീവിതം ഒരു മാതൃകയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക്. അതുകൊണ്ട് ലോകത്ത് എല്ലാവർക്കും എന്തുണ്ടാവും? അവരുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ഘട്ടം അതിൽ താരതമ്യം ചെയ്യാൻ ഉണ്ടാവുന്നതാണ്, അതിൽ പാഠങ്ങൾ ഉണ്ടാവുന്നതാണ് അല്ലേ? ആൺകുട്ടികൾ 5-6 ആൺകുട്ടികൾ മരിച്ചു പോയൊരു നബി. സ്വന്തം നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മളൊരു കുട്ടീനെ നമുക്ക് മറയേണ്ടി വന്നാൽ നമ്മളെ വിഷമത്രയ്ക്കാരം. നമ്മൾ ഏതൊരു മനുഷ്യന്റെ ആഗ്രഹം തരേ, ഞാൻ മരിച്ചിട്ട് എൻ്റെ മക്കൾ മരിച്ചാൽ മതി എന്നാണ്. നമ്മളെ കുട്ടികളെ കബർ കൊണ്ട് ഇറക്കുന്ന ഒരവസ്ഥ ഒന്നല്ല, 5-6 ആൺകുട്ടികളെ കബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വന്ന ഒരു പിതാവിന്റെ സങ്കടം ജനങ്ങൾ പരിഹസിക്കാണ്. വാലറ്റവൻ മുഹമ്മദിന്റെ വാലറ്റ് പോയി എന്ന് പരിഹസിക്കപ്പെടുന്ന ഒരു പ്രവാചകന്റെ മാനസികാവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെറിയ ഇടങ്ങേറ് വരുമ്പോഴേ നിങ്ങൾ തളരാൻ പാടില്ല. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ, അത് രാഷ്ട്രത്തിൻ്റെതായാലും കുടുംബത്തിൻ്റെതായാലും വ്യക്തിതലത്തിലായാലും അതിലും ആ പ്രവാചകൻ കടന്നുപോയ അത്ര പ്രതിസന്ധി ലോകത്തൊരു മനുഷ്യനും കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് ആ പ്രവാചകനെ അതിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് വിശുദ്ധ ഖുർആനാണ് എന്നാണ്, അള്ളാഹുവിന്റെ വഹിയാണ്. ആ വഹി ജീവസുറ്റതായി നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം സഹോദരങ്ങളെ, ഒരു വിശ്വാസി തളരേണ്ടതില്ല. പ്രവാചകരെ, ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് പ്രവാചകന്റെ ഞെരുക്കത്തിൽ പ്രവാചകന് ആശ്വാസം നൽകിയ ആ വിശുദ്ധ ഖുർആൻ ഏതൊരു മനുഷ്യന്റെ ഞെരുക്കത്തിലും അവന്റെ കൂടെ അള്ളാഹു ഉണ്ട്. ഇന്നീ മഴക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ബനൂ ഇസ്രായേലിനോട് അള്ളാഹു പറയുന്ന സൂറത്തു മാഇദയിൽ ആയത്തുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എങ്ങനെയാണെങ്കിൽ കുറച്ച് ഷർത്തുകൾ പഠിച്ചോ പറയണം. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. അതിലൊന്നാമത്തെ കാര്യം ലൈൻ അഖംതുമുസ്സലാത്ത എന്നാണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ. എന്തേ സഹോദരങ്ങളെ, നമ്മളെ നിസ്കാരത്തിന് എന്തേ പറ്റിയത് നമ്മൾ നല്ലോണം ആലോചിക്കേണ്ടതുണ്ട് അല്ലേ? നിങ്ങൾ അവസാനത്തെ നിസ്കാരം വിടവാങ്ങുന്നവനെ പോലെ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ്. ഓരോ നിസ്കാരം, എൻ്റെ അവസാനത്തെ നിസ്കാരം, ഇന്നിവിടെ ഇശ നിസ്കരിക്കാൻ പോകണേ നമ്മൾ. പക്ഷെ നമ്മൾ ഇശ നിസ്കരിക്കാൻ നിൽക്കുമ്പം നമ്മൾ വിചാരിക്കേണ്ട എന്താ, നിങ്ങൾ സുബൈക്ക് നമ്മൾ ബാക്കി ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ ഇന്ന് രാത്രി അങ്ങോട്ട് ഉറങ്ങിയാൽ നാളെ സുബൈക്ക് നമ്മൾ നീപ്പിച്ചുമ്പം നമ്മൾ പെണ്ണുങ്ങൾ അലാറടിച്ചിട്ട് എന്താ നിങ്ങൾ നീക്കാത്ത? സാധാരണ നിങ്ങൾ ഇന്നാണല്ലോ വിളിക്കല്, എന്തുകൊണ്ടാണ് മൂപ്പർ നീച്ചാത്തത് തപ്പി വെക്കുമ്പം ബോധമില്ലാതെ കിടക്കുന്ന, ജീവചലനമറ്റ് കിടക്കുന്ന നമ്മളെയാണ് നാളെ ഈ ലോകം ബാക്കി വെക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ഈശ അവസാനത്തെ ശരിക്കും ഇനി നിസ്കരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവില്ല. നിങ്ങളെ ഏശസ്കരിച്ച് നോക്കി, ആ നിസ്കാരം വല്ലാത്തൊരു നിസ്കാരക്കാരം. അതിലൊരു വാക്കും മിസ്സാവില്ല, ഒരു തക്ബീറും മിസ്സാവില്ല. അതിൽ സുജൂദിലൊന്നും കോഴി കൊത്തിയ പോലെ സുജൂദ് ചെയ്യൂല. അതിലൊക്കെ നല്ല സുജൂദിൽ ചെല്ലേണ്ടതൊക്കെ അർത്ഥം ഉൾക്കൊണ്ട് ചെല്ലിയിട്ട് സുജൂദ് ചെയ്യുള്ളൂ. ആ നിസ്കാരം സലാം വീട്ടാൻ തോന്നൂല. കാരണം എന്താ അറിയോ? ഇനി ഒരു നിസ്കാരം നിങ്ങൾക്ക് ദുനിയാവിൽ ബാക്കിയില്ല എന്ന് തോന്നുമ്പോൾ. കാരണം അങ്ങനെ നിസ്കരിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആൾക്കാർ പരാതിപ്പെടും, നിസ്കാരത്തിൽ ഖുശൂ കിട്ടില്ല എന്ന്. ഖുശൂ കിട്ടാൻ ആദ്യത്തെ മാർഗം എന്താ? ഈ നിസ്കാരം എൻ്റെ ലാസ്റ്റ് നിസ്കാരമാണെന്ന് വിചാരിച്ചിട്ട് ഓരോ നിസ്കാരം നിസ്കരിക്കാൻ പറ്റണം. അപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും. നിസ്കാരങ്ങൾ അല്ലാഹു അക്ബർ എന്നുള്ള വാക്കന്നെ എത്ര തവണയാണ് നമ്മൾ നിസ്കാരത്തിലും അല്ലാണ്ടി പറയണത്. ഒന്നെങ്കിലും ഒരു അർത്ഥറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് സീരിയസ് ആയിട്ടാണ് ഒരു അല്ലാഹു അക്ബർ ജീവിതത്തിൽ പറഞ്ഞെങ്കിൽ എത്ര മാറ്റം ഉണ്ടാവും സഹോദരങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നിസ്കാരം എന്നുള്ളത് അതൊരു സംഭവം തന്നെയാണ്. 5 നേരം എത്ര വ്യവസ്ഥാപിതമായി പടച്ചോൻ ഓർക്കാണ്ടാക്കിയത്, അത് വല്ലാത്തൊരു അള്ളാഹു വെച്ച വലിയൊരു നിഅമത്ത്, അനുഗ്രഹവും തൗഫീഖിനാണ്. അതെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പള്ളിയിൽ പോയിട്ട്, വിദഅത്തില്ലാത്ത ഒരു പള്ളിയിൽ പോയിട്ട് 5 നേരം നിസ്കരിക്കും എന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് തീരുമാനിച്ച സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പകുതി അയിമ കഴിഞ്ഞു എന്നുള്ള അത്രയും വലിയൊരു മാറ്റമാണ് നിസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഉള്ള ഒരു സൗകര്യമാണ് ഈ സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതിൻ്റെ മെമ്പർഷിപ്പിന്റെ സമയമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെ ഭാഗത്തിന് എന്തെങ്കിലും ഒരു അമാന്തം കാരണം ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടാതിരിക്കുന്നതും, അതേപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ടായാൽ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് അല്ലേ? ചില ആളുകൾ ഇപ്പോൾ ഒരു ഖുർആൻ ക്ലാസ്, നമ്മളെ പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഉണ്ട് സുബൈക്ക്. അപ്പോൾ എന്താ വെച്ചാൽ തിരക്കുണ്ടെങ്കിലും
ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഇരിക്കും. തിരക്കുണ്ടെങ്കിലും കഴിയണതും ആ ക്ലാസ്സിൽ നമ്മൾ എന്തിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത്ര തിരക്കുള്ള ഞാൻ പോലും ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ആൾക്കാരെ ചില ആൾക്കാർ ഇരുത്തുണ്ടാവും. അപ്പോൾ എന്തോ അത് ഞാൻ ഇരിക്കണോണ്ട് മാത്രം ഇരിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും. ഒരാൾ വന്നാൽ വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെങ്കിലും സഹോദരങ്ങളെ നമ്മളെ കണ്ടിട്ടെങ്കിലും ഒരാൾക്ക് മാറ്റം ഉണ്ടായാൽ അതിന് നമുക്കൊരു നിയത്തിൻ്റെ ആളുകൾ മാറണം എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പടച്ചോനൊരു കൂലി തരും. ഇതൊന്നുമല്ലേ, ഒന്നും നഷ്ടാവില്ല. ഇവിടെ റിസൾട്ട് അല്ല, ഇവിടെ എഫർട്ടിനാണ് കൂലി. നിങ്ങൾ ഇഖ്ലാസ് ഉണ്ടോ, ആത്മാർത്ഥമാണോ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ, ഹുബ്ബ് കൊണ്ടാണോ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണോ സഹോദരങ്ങളെ നിങ്ങൾ എഫർട്ട് എടുക്കുന്നത്, അതൊരിക്കലും നഷ്ടാവില്ല. അത് ഇരട്ടിക്കരട്ടിയായിട്ട് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം വന്നാലും, സമ്പത്ത് നഷ്ടപ്പെട്ടു, സമയം നഷ്ടപ്പെട്ടു, എന്തൊക്കെ നഷ്ടമെന്ന് തോന്നിയാലും അതിൻ്റെ ഇരട്ടിക്കരട്ടി ദുന്യാവിൽ തന്നെ പടച്ചോൻ തിരിച്ചു തരും. അതാണ് നാളിതുവരെയുള്ള ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ ലാഭമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇതെന്താണ്? അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണെന്നാണ്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു ഖൈറുണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതാണ്. അവൻ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കുന്നതാണ്. അപ്പോഴും അത് ഖൈറാണ്. ഇൻ ശകർത്തും ലഅസീദന്നക്കും, അള്ളാഹു നമ്മൾ എത്ര നന്ദി കാണിച്ചോ പടച്ചോൻ പിന്നെ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് ഇത് വലിയ വിശ്വാസിക്ക് വലിയ ഓഫറുകളാണ് ജീവിതം, വലിയ അവസരങ്ങളാണ്. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും വലിയ അവസരങ്ങളാണ് ഒരു വിശ്വാസിക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത്. അത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.